വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ ഈ ക്ലാസ് നയിക്കുന്നത് ശാന്തപുരം അൽജാമിയയിലെ മീഡിയ കോർഡിനേറ്ററായ സുഹൈർ അലി സാഹിബാണ്. സുഹൈർ അലി സാഹിബിനെ ആദരപൂർവം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയമുള്ള സഹോദരിമാരെ, സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ കാലഘട്ടം ഇന്ന് സോഷ്യൽ മീഡിയയുടെയും ഇൻ്റർനെറ്റിൻ്റെയും ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും ഒക്കെ കാലഘട്ടം എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് വേണ്ടത്രാണ്ട് എടുത്ത് ചാടിയിരുന്നില്ല. പക്ഷേ ഈ കോവിഡ് പശ്ചാത്തലം കൂടി വന്നതോടുകൂടി നമ്മൾ ഏകദേശം നമ്മുടെ പ്രോഗ്രാമുകളും നമ്മുടെ ആക്ടിവിറ്റികളും പ്രഭാഷണങ്ങളും യൂണിറ്റ് മീറ്റിംഗ് വരെ സോഷ്യൽ മീഡിയയുടെ സാധ്യതയിലേക്ക് വഴിമാറിയ ഒരു സാഹചര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം മുതൽ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങൾ വരെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറിയ ഒരു പശ്ചാത്തലത്തിൽ ആളുകളുമായിട്ട് സംവദിക്കുവാനും കാര്യങ്ങൾ കൈമാറുവാനും ഒക്കെ സോഷ്യൽ മീഡിയ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ ഇസ്ലാമിക പ്രബോധന രംഗത്തും ഒപ്പം തന്നെ നമ്മുടെ ആക്ടിവിസം മേഖലകളിലും ഇത്തരമൊരു മേഖലയെ നമ്മളൊക്കെ എങ്ങനെ സജീവമായിട്ട് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഇന്ന് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമുക്ക് നേരത്തെ ഉള്ള പല ജില്ലകളിലൊക്കെ നടത്തിയതിൽ വീഡിയോ എഡിറ്റിങ്, അതുപോലെ തന്നെ പോസ്റ്റർ മേക്കിംഗ്, നമുക്ക് നേർക്കേറെ ആവശ്യമുള്ള ചില വിഷയങ്ങൾ നമ്മൾ എടുത്തിരുന്നു. പക്ഷെ ഇന്ന് ആദ്യം അങ്ങനെ പറഞ്ഞെങ്കിലും പിന്നീട് ഉള്ള ചർച്ചയിൽ നിന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ തുടക്കത്തിൽ ഒരു വിഷയം വേണ്ട, ടോട്ടലായിട്ടുള്ള ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും പിന്നീട് ഓരോ വിഷയത്തിലേക്ക് വരികയും ചെയ്താൽ മതി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഒരു വിഷയം പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ല ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഞാനങ്ങനെ സംസാരിക്കുക, നിങ്ങളങ്ങനെ കേട്ടു പോവുക എന്നതിലപ്പുറം നിങ്ങൾക്ക് എന്താണോ ഈ വിഷയത്തിൽ ആവശ്യമുള്ളത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സംബന്ധമായിട്ട് നിങ്ങൾക്ക് ഏത് മേഖലയാണോ താല്പര്യമുള്ളത് അത് ചർച്ച ചെയ്യുക. ഞാൻ നോക്കി വെച്ചതോ അല്ലെങ്കിൽ കണ്ടുവച്ചതോ സംഗതി അങ്ങോട്ട് പറയുന്നതിന് പകരം നിങ്ങളുടെ ഒരു പ്രസൻസോട് കൂടി, നിങ്ങളുടെ ഇൻട്രാക്ഷനോട് കൂടി ആവശ്യമുള്ള സംഗതികൾ അങ്ങോട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് പരസ്പരം കൈമാറ്റം ചെയ്തുകൊണ്ടുള്ള ഒരു ചർച്ച എന്ന രീതിയിലാണ് ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മുടെ ഈ സമയം പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ നല്ല ഉദ്ദേശങ്ങളെല്ലാം പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. ആമീൻ. ഓക്കെ, അപ്പോൾ ഇതിൽ എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു സംഗതിയെക്കുറിച്ച് അങ്ങോട്ടാണ് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളിൽ ഇത് നന്നായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടാവാം, തീരെ ഇതിൻ്റെ ബേസിക്കായ സംഗതി മാത്രം അറിയുന്ന ആളുകളും ഒക്കെ ഉണ്ടാവാം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് അറിഞ്ഞിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും എന്നാണ് വിചാരിക്കുന്നത്. എന്നാണെങ്കിലും ഒരു ആമുഖമായ ചില സംഗതികൾ ഞാൻ സൂചിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. നമുക്കറിയാൻ സാധിക്കും, നമ്മുടെയൊക്കെ അത്യധികമായ ലക്ഷ്യം പ്രബോധനപരമായിട്ടുള്ള ഒരു വിഷയങ്ങൾ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദീൻ്റെ ഖുർആൻ്റെ സന്ദേശം സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുക, മൂല്യങ്ങളുടേതായ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യമായിട്ട് പറയുന്നത്. നമ്മുടെ ഓരോ പ്രോഗ്രാമാണെങ്കിലും ഇത്തരമുള്ള ഒരു ലക്ഷ്യങ്ങളാണ് നമ്മൾ അതിലൂടെയൊക്കെ പൂർത്തീകരിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു മേഖലയിൽ നമുക്ക് എന്തൊക്കെ സോഷ്യൽ മീഡിയയുടെ ടൂളുകൾ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഒരു വിഷയത്തിൻ്റെ ആകത്തുക. അപ്പോൾ പലപ്പോഴും പല രീതിയിലുള്ള ചർച്ചകളും ഉണ്ടാവാറുണ്ട്. നമുക്കിപ്പോൾ ഇത് ഉപയോഗിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് നേരത്തെയുള്ള വിഷയങ്ങളൊക്കെ തന്നെ പോരെ? എന്താണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയും ഇതൊക്കെ ഇതിനു വേണ്ടി ഉപയോഗിക്കാതെ പാരമ്പര്യമായിട്ട് പണ്ട് കാലത്ത് പ്രസ്ഥാനത്തോ അല്ലെങ്കിൽ പ്രവർത്തന രംഗത്തൊക്കെ ഉണ്ടായിരുന്ന മറ്റുള്ള
സംഗതികൾ ആവുന്നതല്ലേ നല്ലത്? എന്താണ് അതിനെക്കുറിച്ച് നിങ്ങൾക്കുള്ള പ്രതികരണം എന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അല്ല, പാരമ്പര്യമായിട്ട് ഇപ്പൊ നടത്താൻ പറ്റാത്തൊരു സാഹചര്യം കൂടെയാണല്ലോ. ഓക്കെ, സാഹചര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ആവശ്യമില്ലേ? അല്ല, എന്നാലും എന്താ പറയാ, പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ അതിൻ്റെതായിട്ടുള്ള ഒരു രീതി. ഓക്കെ. പിന്നെ എന്തുകൊണ്ട് അത് പ്രസക്തമാണ്? അപ്പോൾ പാരമ്പര്യമായ സാഹചര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഇപ്പോ ഇത് നോക്കാം എന്നുള്ളതാണ് പറഞ്ഞത് അല്ലേ? അങ്ങനെയല്ല, അങ്ങനെ മാത്രമല്ല, സോഷ്യൽ മീഡിയ കൂടുതലായിട്ട് പിന്നെ പ്രബോധന മേഖലകളിലൊക്കെ ഉപയോഗപ്പെടുത്തുന്നത്, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതും കൂടുതൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ഓക്കെ. പിന്നെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് കൂടുതൽ പേർക്ക് ഓരോരോ മെസ്സേജുകൾ എത്തിക്കാൻ കഴിയും. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേക ഒരു ഇതെന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ബെനിഫിറ്റുകളാണ് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇപ്പൊ പറഞ്ഞു ആരിഫ എന്ന് പറയുന്നോണ്ടല്ലേ. ആരിഫത്തെ പറഞ്ഞ എന്താ വെച്ചാൽ കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ പറ്റും. ഇപ്പൊ നമ്മള് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു സ്കോഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എത്താവുന്ന വീടുകളുടെ അല്ലെങ്കിൽ ആളുകളുടെ എണ്ണം വളരെ ചുരുക്കമായിരിക്കും. പക്ഷേ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് വേണമെങ്കിൽ ഒരു ഓൺലൈൻ വഴി നമുക്ക് അതിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഇപ്പോൾ ഒരു മീറ്റ് ആണെങ്കിലും അതല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയുടെ സംഗതികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ ആളിലേക്ക് എത്താം. ഓക്കെ. ഇപ്പൊ ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലത്തിൽ എന്താണെങ്കിലും നമുക്ക് അത്തരം ഒരു കാര്യം ചെയ്യണം എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിച്ചു. പിന്നെ ഇത് കൂടുതൽ എത്തിക്കുന്നുണ്ടെങ്കിലും ഇത് എങ്ങനെ അതിന്റെ പ്രതിഫലനം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ള നമുക്കത് സ്ഥിരപ്പെടുത്താൻ കഴിയുന്നില്ല. അങ്ങനെ ഒന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എത്തിക്കുന്നുമുണ്ട്. പക്ഷെ അത് അവരിൽ നിന്നുള്ള പ്രതിഫലനം നമുക്ക് കൂടുതലായിട്ട് എത്ര കണ്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒരു പരിപാടി നമുക്ക് ആസൂത്രണം ചെയ്ത് വിളിച്ചു കൂട്ടാനോ എടുക്കാനോ ഒന്നും കഴിയുന്നില്ല. ഇതേപോലുള്ള മീഡിയ വഴി ആയാലും ഒരുപാട് പേര് അതിൽ കയറുന്നുമില്ല. അങ്ങനെ എന്തുമാത്രം പ്രതിഫലനം ഇതിൽ ഉണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഓക്കെ. നമ്മൾ പ്രബോധനം ഇറക്കുന്നുണ്ടല്ലോ, പ്രബോധന വാരിക, അത് പ്രസിദ്ധീകരിച്ചിട്ട് ഒരുപാട് 10-30,000 ഒക്കെ കോപ്പി അല്ലെങ്കിൽ അതിനധികം ഒക്കെ കോപ്പി ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. പക്ഷെ ഓരോന്നും വായിച്ചിട്ട് നമുക്ക് എന്തൊക്കെ കിട്ടുന്നു എന്നുള്ളതിനേക്കാളും നമ്മൾക്ക് പറയാനുള്ള സംഗതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളൊരു പത്രം വരുത്തുന്നതിൻ്റെയും നടത്തുന്നതിൻ്റെയും ഒക്കെ ഉദ്ദേശം. അപ്പോൾ പിന്നെ ആ അർത്ഥത്തിൽ നമ്മൾക്ക് നമ്മുടെ ദൗത്യം നിർവഹിക്കാം എന്നുള്ളതാണ്. എല്ലാത്തിനും അപ്പപ്പോൾ ചിലപ്പോൾ പ്രതിഫലനങ്ങൾ കിട്ടിക്കൊള്ളുന്നില്ല. അതേ സമയത്ത് അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ഉദ്ദേശം. അപ്പോൾ ആ അർത്ഥത്തിൽ വരുന്ന സമയത്ത് നമുക്കതൊരു വിഷയമല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. പിന്നെ കൂടുതൽ ആളുകളിൽ എത്തിക്കുന്നത് പോലെ തന്നെ നമുക്ക് എത്ര ദൂരെ വേണമെങ്കിലും അടുത്ത് നിന്ന് ആളുകൾ എത്തിക്കുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ. അപ്പോ പിന്നെ ആളുകളിലേക്ക് എത്തിക്കുന്നതോടൊപ്പം ഒരു ഇതിന്റെ പ്രശ്നം, ദൂരത്തിന്റെ പ്രശ്നം, സ്പേസിന്റെ ഒരു വിഷയം ഇതിലില്ല. നമുക്ക് ലോകത്തിലെ ഏത് ആളുകളുമായിട്ടും എവിടെ വെച്ചിട്ടും നമുക്ക് സംവദിക്കാൻ പറ്റും. ലോകത്ത് ആരുമായിട്ടും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഓക്കെ. പിന്നെ യുവതലമുറ കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ആണല്ലോ. അപ്പോഴ് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ മെസ്സേജുകൾ അയക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യും. ഓക്കെ. പുതിയ ജനറേഷനെ അഡ്രസ് ചെയ്യാൻ ഉപകരിക്കും. ഓക്കെ. പിന്നെ അതുപോലെ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളിലും നമുക്ക് നന്നായിട്ട് ഇത് എത്തിക്കാനേ. എഡ്യൂക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സ്കൂളുകളിൽ പോകുമ്പം കുറച്ച് വീടുകളിൽ മാത്രമല്ലേ എത്തുന്നുള്ളൂ. അത് പരമാവധി ആളിൽ എത്തിക്കാൻ നമുക്ക് പറ്റുന്നില്ല. പക്ഷെ നമുക്ക് ഇതിൽ കൂടുതൽ ആളുകളിൽ എത്തിക്കാനും പറ്റുന്നുണ്ട്. വായനാശീലമുള്ള ആളുകളിൽ തന്നെ നമുക്ക് നന്നായിട്ട് ഇത് എത്തിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വായനാശീലമുള്ള ആളുകളിലേക്ക് നമുക്ക് എത്തിക്കാം. പിന്നെ വേറെ എന്തെല്ലോ? ഓക്കെ. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അതിന്റെ ബെനിഫിറ്റുകളായിട്ട് നമുക്ക് എടുത്തു പറയാവുന്ന സംഗതികൾ തന്നെയാണ്. നമുക്കറിയാം, പിന്നെ ഒരു 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കയില് പ്രവാചകൻ, അന്ത്യപ്രവാചകനായിട്ടുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം പരസ്യ പ്രബോധനവുമായിട്ട് രംഗത്ത് വന്ന ആദ്യ നിമിഷത്തിൽ അല്ലെങ്കിൽ ആദ്യ ഘട്ടത്തിൽ എങ്ങനെയാണ്
പ്രബോധനം ആരംഭിക്കുന്നത്? ചരിത്രം നമുക്കറിയായിരിക്കും. എങ്ങനെയാണ് ആദ്യമായിട്ട് പരസ്യ പ്രബോധനം എവിടെ വെച്ചിട്ടാണ് നടത്തുന്നത്? അതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ആദ്യമായിട്ട് കഅബയുടെ താഴെ സഫാ താഴ്വരയിൽ നിന്നുകൊണ്ട് ജനങ്ങളെ വിളിച്ചു വരുത്തിയാണല്ലോ പ്രബോധനം തുടങ്ങുന്നത്. അതെ അതെ, അത് ആ വിഷയത്തെ കുറിച്ച് നമുക്കൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫാ മലയുടെ മുകളിൽ കയറിയിട്ടാണ് വാ സ്വബാഹ എന്ന് വിളിച്ചുകൊണ്ട് ജനങ്ങളെ ഒരു സന്ദേശം പറയാനുണ്ടെന്നുള്ള രീതിയിൽ ആളുകളെ വിളിച്ചു കൂട്ടുന്നത്. അപ്പൊ നമുക്ക് ആ പർവ്വതം, ആ ഒരു മല പ്രവാചകൻ തെരഞ്ഞെടുത്തത് തീർച്ചയായും അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചിട്ടാവാം. അല്ലെങ്കിൽ പ്രവാചകൻ എന്ത് ചെയ്യുന്നു, ആദ്യമായിട്ട് പരസ്യപ്രബോധനത്തിനെ തെരഞ്ഞെടുത്ത ആ പർവ്വതം യഥാർത്ഥത്തിൽ മക്കയിലെ മുശ്രിക്കുകൾ അന്നേ വരെ അവരുടെ ആവശ്യങ്ങൾക്ക്, അവരുടെ പ്രചാരണങ്ങൾക്ക്, ശിർക്കൻ ആവശ്യങ്ങൾക്കും മറ്റൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു സ്പേസ് ആണ്. പ്രവാചകൻ തന്റെ പ്രബോധനവുമായിട്ട് ഇറങ്ങി തിരിച്ച 1-ാം തീയതി തന്നെ ആ ഒരു സ്പേസിൽ നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ജനങ്ങളെ വിളിച്ചു കൂട്ടുന്നത്. അതായത് ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാർ ജനങ്ങൾ എവിടെയാണോ തടിച്ചു കൂടുന്നത്, ജനങ്ങൾ എവിടെയാണോ അവരുടെ വിഹാരങ്ങൾ നടത്തുന്നത്, അവിടെ ചെന്നിട്ട് പ്രബോധനം നടത്തുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ പ്രബോധനപരമായിട്ടുള്ള സ്പേസ്, മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ കാലത്തുള്ള ഒരു സോഷ്യൽ മീഡിയ ആയിരുന്നു സഫാ മല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം ആളുകൾ, ഏറ്റവും അധികം ആളുകൾ വരുന്ന അല്ലെങ്കിൽ ഏറ്റവും ആളുകൾ എൻഗേജ് ചെയ്യുന്ന ഒരു ഇടം എന്ന നിലക്കും പെട്ടെന്ന് ആളുകളിലേക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ അവിടെ വെച്ചിട്ടാണെങ്കിൽ പറ്റും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു സ്പേസ് തിരഞ്ഞെടുത്തത്. ശരിയല്ലേ? അതെ അതെ. അപ്പൊ മാത്രമല്ല അവിടുന്ന് പ്രവാചകൻ ഒരു വാസബാഹ എന്ന് പറഞ്ഞിട്ട് ഒരു വിളിക്കുന്നുണ്ട്. അതായത് ആളുകളെ പെട്ടെന്ന് ആകർഷിക്കാൻ വേണ്ടി. അപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റുന്ന ഭാഷയാണ് പ്രവാചകൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പുതിയൊരു മെസ്സേജാണ്, പുതിയൊരു സന്ദേശമാണെന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഇടമല്ല തിരഞ്ഞെടുക്കുന്നത്, നിലനിൽക്കുന്ന ഇടങ്ങളെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഉപയോഗപ്പെടുത്തുന്നത്. മാത്രമല്ല പ്രവാചകൻ അവിടെ വെച്ചിട്ട് ജനങ്ങളോട് ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ മലയുടെ പിറകിൽ നിന്നൊരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ശ്രദ്ധ പെട്ടെന്ന് ഇങ്ങോട്ട് അറ്റൻഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു കഥ, ഒരു സന്ദർഭം, ഒരു കാര്യം അത് ഇല്ലാത്തൊരു സംഗതിയാണ്. പക്ഷെ അതിനെക്കുറിച്ച് അങ്ങനത്തെ ഒരു സംഗതി പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് ചോദിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രവാചകൻ അവരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്കൊരു മാതൃകയാണ്. ഇതേപോലെ തന്നെ നമുക്ക് മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ സമൂഹങ്ങളിലേക്ക് ചെന്നാലും അതാത് കാലഘട്ടത്തിലെ മീഡിയകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അവർ ഇസ്ലാമിക പ്രബോധനങ്ങൾ നടത്തിയിരുന്നത്. അപ്പോൾ അതാത് കാലഘട്ടത്തെ മീഡിയ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മോചിതത്ത് പോലും അത്തരത്തിലുള്ള മീഡിയകൾ അല്ലെങ്കിൽ ഒരു ടൂളുകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം മോചിതത്ത് എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് ഒരു മെസ്സേജ് പെട്ടെന്ന് അവരെ സ്ട്രൈക്ക് ചെയ്യാൻ, അവരെ ആകർഷിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ടൂളുകളാണ് യഥാർത്ഥത്തിൽ മോചിതത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലും അവരെ പെട്ടെന്ന് സ്വാധീനിക്കാവുന്ന അല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന സന്ദേശം ദൈവികമാണെന്ന് ബോധ്യമാക്കുന്ന തരത്തിലുള്ള അവരിൽ നിലനിന്നിരുന്ന കാര്യങ്ങളെയാണ് അവർക്കൊക്കെ കൊടുത്തിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പറഞ്ഞു വന്നത്, ഈ കാലഘട്ടത്തിലും നമ്മൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ജനങ്ങൾ ഏറ്റവും അധികം ഉപയോഗപ്പെടുത്തുന്ന IT ആണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും സിനിമയാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള മീഡിയകളാണെങ്കിലും അതൊക്കെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ചെയ്യാവുന്ന സംഗതി എന്ന് പറയുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ പ്രബോധനപരമായിട്ടും നമ്മുടെ സന്ദേശ പ്രചാരണത്തിന് നമുക്ക് തീർച്ചയായും സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അത്യാവശ്യമാണ്, അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്കിനി സോഷ്യൽ മീഡിയയുടെ വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്, എന്തൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്? സാധാരണ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്തൊക്കെയാണ്? ഫേസ്ബുക്ക്, വാട്സാപ്പ്, ടെലിഗ്രാം, ഇൻസ്റ്റാഗ്രാം, പിന്നെ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, പിന്നെ സിഗ്നൽ തുടങ്ങിയിട്ടുണ്ട്. സിഗ്നൽ ഉണ്ട്. ഓക്കെ, ഇത് മാത്രമല്ല നമുക്ക് പിന്നെ ഇപ്പം എല്ലാതും ശരിക്കും ഇപ്പൊ യൂട്യൂബ് ആണെങ്കിലും അതൊരു സോഷ്യൽ മീഡിയ ആണ്, അല്ലെങ്കിൽ വിക്കിപീഡിയ ആണെങ്കിലും അങ്ങനെ ഒക്കെ ജനങ്ങളെ എൻഗേജ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയുടെ തലത്തിലുള്ള വ്യത്യസ്തതരമായിട്ട് പ്ലാറ്റ്ഫോമുകളാണ് അവയെല്ലാം ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഇപ്പോൾ ഈ ഫേസ്ബുക്കിൽ അക്കൗണ്ടുള്ള എത്ര ആളുണ്ട് ഇതില്?
ഇവിടെ ഇതിനിപ്പോ ഉള്ള ഏതാണ്ട് എല്ലാരും ഏകദേശം ഉണ്ടെന്ന് എല്ലാവരും ഉണ്ടാവും. ഇല്ലാത്തവർ കുറവായിരിക്കും അല്ലേ? അതുപോലെ തന്നെ വാട്സാപ്പ് ഉപയോഗിക്കാത്തവരാരും ഈ കൂട്ടത്തിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ നമുക്ക് പിന്നെ ഒരു എന്താ പറയാ, ഏതെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന് നിങ്ങൾക്ക് ഇങ്ങോട്ട് അന്വേഷിക്കാനോ അല്ലെങ്കിൽ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ സോഷ്യൽ മീഡിയ ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള പൊതുവായ എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ അഡ്വാൻസ് ആയിട്ട് അറിയണമെന്ന് തോന്നുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അതിനുശേഷം പിന്നെ നമുക്ക് ഓരോ വിഷയങ്ങളിലേക്ക് കടക്കാമെന്നാണ് തോന്നുന്നത്. അപ്പം അങ്ങനെ ഉള്ള ഒരു ചർച്ചയിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ പിന്നെ ചിലപ്പോൾ എനിക്കറിയാത്ത സംഗതികളാണെങ്കിൽ നമുക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് ഷെയർ ചെയ്യാം. ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് എനിക്ക് പഠിക്കാനുണ്ടാവും, ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ പ്ലാറ്റ്ഫോമുകളെ നമ്മൾ എങ്ങനെ എഫക്റ്റീവായി ഉപയോഗിക്കണം എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. എന്താണ് ചോദിക്കാൻ വല്ലതും ഉണ്ടോ? ചോദിക്കുക. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇത് ഉപയോഗിക്കുന്ന ആളുകളാണല്ലോ, തീരെ ഉപയോഗിക്കാത്തവരാണോ അതോ പിന്നെ ഒക്കെ വളരെ ഉഷാറായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണോ? രണ്ടാണെങ്കിലും സംശയങ്ങളോ മറ്റൊന്നും ഉണ്ടാവില്ല. ചില മെസ്സേജുകളൊക്കെ നമ്മൾ ഫോർവേഡ് ചെയ്യുമ്പോൾ ഒരാൾക്ക് മാത്രമല്ലേ അത് ഫോർവേഡ് ചെയ്യാൻ പറ്റൂ. ഷെയർ അതിൽ ഒന്നും പിന്നെ ഓരോരുത്തർക്കായി സെപ്പറേറ്റ് ഫോർവേഡ് ചെയ്യേണ്ടി വരും. അല്ലാതെ ഈ ഒന്നിച്ച് സാധാരണ നമ്മൾ ഫോർവേഡ് ചെയ്യുമ്പോ 5 പേർക്കൊക്കെ ഫോർവേഡ് ചെയ്യാലോ. അപ്പൊ അതിന് വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ? ഞങ്ങളെല്ലാം മുകളില് വേറെ ഷെയർ അങ്ങനെയൊക്കെ എടുത്ത് നോക്കുമ്പോഴും ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. അല്ലാതെ വേറെ സംവിധാനം എന്തെങ്കിലും ഉണ്ടോ? വാട്സാപ്പില് പിന്നെ ഷെയർ ചെയ്യുന്ന സമയത്ത് 5 പേരെ വരെ ആണ് ഒരു 5 പേരാണ്. ഇപ്പൊ നേരത്തെ അത് അൺലിമിറ്റഡ് ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോ 5 പേര് ലിമിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബൾക്ക് മെസ്സേജ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതേ സമയത്ത് ചില ടൂൾസുകളുണ്ട്, അതായത് ചില ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് പിന്നെ സെയിം ടൈമിൽ 500 എന്താണ് തുടർച്ചയായിക്കൊണ്ട് നമ്മളൊന്നും ഓരോരുത്തർക്കും സെപ്പറേറ്റ് അയക്കാതെ തന്നെ അത് കമ്പ്യൂട്ടർ വെച്ചിട്ട് അല്ലെങ്കിൽ ലാപ്ടോപ്പ് വെച്ചിട്ടാണ് അത് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ഒരേ സമയത്ത് നമുക്ക് പരിധിയില്ലാതെ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു 400-500 ഒക്കെ ഒരു ദിവസം ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ അവരെന്ത് ചെയ്യും, അത് ബ്ലോക്ക് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 500-400 ഒക്കെ വെച്ചിട്ട് ബൾക്ക് മെസ്സേജ് എന്ന സംവിധാനമാണ് പിന്നീട് ഉള്ളത്. പിന്നെ മറ്റൊരു സംഗതി എന്താ വെച്ചാൽ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയും. അതറിയോ? വാട്സാപ്പിലെ ബ്രോഡ്കാസ്റ്റിംഗ് അറിയോ? അതറിയാം. നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് അപ്പൊ അവർ നമ്മുടെ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതെല്ലാം എന്ത് ചെയ്യും, 256 ആള് വരെ അവർക്ക് പേഴ്സണൽ ആയിട്ട് തന്നെ ഈ മെസ്സേജ് പോകും. അപ്പൊ അതും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ബ്രോഡ്കാസ്റ്റിംഗ് ചെയ്യുമ്പോഴേ ഓഡിയോ ഫയൽസ് അല്ലെങ്കിൽ വീഡിയോ ഫയൽസ് ഇങ്ങനെ സെൻഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അത് സെൻഡ് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാനാണ് പറ്റാതിരിക്കുക. അതായത് നിങ്ങൾ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. മനസ്സിലായോ? അതായത് പിന്നെ അതിലേക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റൂല. അതിൽ തന്നെ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓഡിയോ വീഡിയോ ഒക്കെ അയക്കാം. അതൊന്നും തടസ്സമൊന്നുമില്ല. അല്ല അങ്ങനെയല്ല, ഇപ്പൊ നമ്മുടെ വാട്സാപ്പിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ വന്നൊരു നല്ല ഇമ്പോർട്ടന്റ് മെസ്സേജ് നമ്മുടെ ബ്രോഡ്കാസ്റ്റിംഗ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിട്ട് അങ്ങനെ പറ്റൂല. ഞാനാണെങ്കിൽ തംഹീദുൽ മറയ്ക്ക് വേണ്ടി ഞാനൊരു ബ്രോഡ്കാസ്റ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടാക്കിയായിരുന്നു. എനിക്ക് ആദ്യമൊക്കെ ഈ വരുന്ന ഓഡിയോ ഫയൽസ് ഒക്കെ അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ അത് പറ്റുന്നില്ല എനിക്ക്. ഓഡിയോ എന്നല്ല, അതൊക്കെ ഒരു മെസ്സേജും അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാൽ അത് ആ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് അതിലേക്കായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അറ്റാച്ച് ചെയ്യുകയോ പേസ്റ്റ് ചെയ്യുകയോ ചെയ്യണം. എന്നിട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാലാണ് അതായത് ബ്രോഡ്കാസ്റ്റ് നമ്മുടെ ഗാലറി പോയിട്ട് എടുക്കണം. ഷെയറിംഗ് ഓപ്ഷൻ ആണ് ഇല്ലാത്തത്. അതുപോലെ തന്നെ നമ്മൾ വാട്സാപ്പിൽ നമുക്ക് ഒരു സംഭവം ഉണ്ട്, നമ്മളിപ്പോ സ്റ്റാറ്റസ് ഇടാറുണ്ട് അല്ലേ? അപ്പൊ അത്തരം സ്റ്റാറ്റസുകളൊക്കെ നമുക്ക് പിന്നെ വീഡിയോ സ്റ്റാറ്റസ് അല്ലെങ്കിൽ 30 സെക്കൻഡ് ഒക്കെ ഉള്ള സ്റ്റാറ്റസുകൾ നമുക്ക് തന്നെ എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് നമുക്ക് ഈ ചില കൈൽ മാസ്റ്റർ അങ്ങനെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് തന്നെ വേറെ ആൾക്കും ഷെയർ ചെയ്യല്ലേ, നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാറ്റസ് ഉണ്ടാക്കാൻ പറ്റും.
അതുപോലെ തന്നെ നമുക്ക് തന്നെ ഈ ക്യാൻവ തുടങ്ങുന്ന നമ്മൾ അതിലേക്കൊക്കെ പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ്. അത് വെച്ചിട്ട് നമുക്ക് തന്നെ സ്വന്തമായിട്ട് പിന്നെ പോസ്റ്ററുകൾ, എന്തെങ്കിലും പ്രോഗ്രാമിൻ്റെ പോസ്റ്ററുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജുകളൊക്കെ ചേർത്തുകൊണ്ട് നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ വെച്ചാൽ ആളുകൾ കൂടുതൽ ആളുകളിലേക്ക് നമുക്കൊരു മെസ്സേജ് വെറുതെ എഴുതി വെക്കുന്നതിനേക്കാളും കൂടുതൽ ആളിലേക്ക് എത്തിക്കാൻ ഇത്തരത്തിലുള്ള ഫ്ലയറുകൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോകൾ, സ്റ്റാറ്റസ് വീഡിയോകളൊക്കെ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആളുകളിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കാൻ കഴിയും. ഓക്കെ. പിന്നെ ഈ സ്റ്റാറ്റസ് തന്നെ നമുക്ക് ചില ആളുകളിലേക്ക് മാത്രം കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാം. നമ്മളെ കോണ്ടാക്റ്റിലുള്ള എല്ലാവരും കാണാത്ത, ചില ആളുകൾ കാണാതിരിക്കാനും ചില ആളുകൾ മാത്രം കാണുന്ന രീതിയിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്ന ഒരു സംഗതിയാണ്. അതൊക്കെ ഒരു പക്ഷെ എല്ലാവർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല. അത് വേണമെങ്കിൽ ഒന്ന് പറയാം സാറേ. അത് നമുക്ക് പിന്നെ ഫോണിൽ നിന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ. സ്ക്രീൻ നിങ്ങൾ കാണുന്നില്ലേ? ഹലോ, കാണുന്നുണ്ടല്ലോ? ഓക്കെ. ഈ സ്റ്റാറ്റസ് പ്രൈവസി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ ഫോണിൽ ചാറ്റ്, സ്റ്റാറ്റസ്, കോള് ഇങ്ങനെ ഉണ്ടല്ലോ. ഇതിൽ സ്റ്റാറ്റസ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ അപ്പോൾ മുകളിൽ ഈ സമയത്ത് മുകളിൽ നോക്കിയാലേ കാണില്ല. സ്റ്റാറ്റസ് എടുത്തതിന് ശേഷം മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? അത് കാണാൻ പറ്റുക. അവിടെ എന്തുണ്ട്? നമുക്ക് സ്റ്റാറ്റസ് പ്രൈവസി എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്. ഇവിടെ നമുക്ക് മൈ കോണ്ടാക്ട് എന്ന് എടുത്തു കഴിഞ്ഞാല് നമ്മുടെ കോണ്ടാക്റ്റിലുള്ള എല്ലാവർക്കും അത് കാണാൻ പറ്റും. ഓൺലി ഷെയർ വിത്ത് മീ എന്ന് എന്നിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ സ്റ്റാറ്റസ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ആളുകളെ മാത്രം സെലക്ട് ചെയ്തിട്ട് അവര് മാത്രം കാണുന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്താ വെച്ചാല് നമ്മളുടെ മെസ്സേജ്, സ്റ്റാറ്റസ് ചില ആളുകൾ മാത്രം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് മൂന്നാമത്തത് ചില ആളുകൾക്ക് മാത്രം കാണാന്, മറ്റേത് ചില ആളുകൾക്ക് മാത്രം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? പക്ഷെ ഓരോ സമയത്ത് നമ്മളത് അതിന്റെ സെറ്റിങ്സ് മാറ്റണം. ഇത് കോമൺ ആയിട്ടുള്ള അതിന്റെ പ്രൈവസി സെറ്റിങ്സ് ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് അതിൽ മാറ്റം വരുത്തി ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു സംഗതി നമ്മളിപ്പോൾ പലപ്പോഴും ആവശ്യം വരുന്ന ഒരു ചെറിയ ടിപ്പാണ്. ഇപ്പൊ നമ്മളൊരു ഗ്രൂപ്പിലേക്കൊക്കെ വല്ല മെസ്സേജ് ഷെയർ ചെയ്യും, അല്ലെങ്കിൽ അറിയാതെ ഒരാളിലേക്കൊക്കെ മെസ്സേജ് ഷെയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നീട് 1 മണിക്കൂർ പരിധി കഴിഞ്ഞാൽ പിന്നെ അത് ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ചില സന്ദർഭത്തിൽ നമുക്ക് ചിലപ്പോൾ എന്തായാലും ഒഴിവാക്കിക്കേണ്ടി വരും. കാരണം ചിലപ്പോൾ അബദ്ധത്തിൽ പോയതായിരിക്കും. പിന്നീട് ഒരിക്കലും ആളുകൾ കാണരുത് എന്ന് പറയുന്ന അബദ്ധത്തിലൊക്കെ ഗ്രൂപ്പിലേക്ക് വരുന്ന മെസ്സേജിൽ പിന്നെ എന്ത് ചെയ്യാൻ സംഭവിക്കുക വെച്ചാൽ അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ട് ആകെ ബെങ്ങറാവും. അതേ സമയത്ത് 1 മണിക്കൂറല്ല, 1 ദിവസമല്ല, 2 ദിവസം, എത്ര ദിവസം കഴിഞ്ഞാലും എല്ലാവരുടെ ഫോണിൽ നിന്നും അത് ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനമുണ്ട്. അറിയോ? അതാർക്കും അറിയില്ല. അത് എല്ലാവർക്കും ആവശ്യമുള്ള സംഗതി, എല്ലാവർക്കും ആവശ്യമുള്ള സംഗതിയായിരിക്കും. കാരണം നമ്മൾ തന്നെ ചിലപ്പോൾ അബദ്ധത്തിലിടും. പിന്നെ ഒരു രാവിലെ ഇട്ടിട്ട് വൈകുന്നേരമൊക്കെ ആയിരിക്കും നമ്മുടെ കുട്ടികളുടെ അടുത്തൊക്കെ മറ്റോ പിന്നെ മെസ്സേജ് പോയത് പിന്നീടായിരിക്കും. അപ്പോഴേക്കും സമയം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഡിലീറ്റ് ഫോർ എവരിവൺ എന്ന് പറയുന്ന ഓപ്ഷൻ ആ ഓപ്ഷനാണ്. പക്ഷെ ആ ഓപ്ഷൻ 1 മണിക്കൂർ കഴിഞ്ഞാൽ കിട്ടുന്ന വിദ്യയാണ് അറിയാന്നിരിക്കുന്നത്. അതാർക്കും അറിയില്ല. എന്നാ അത് ഇപ്പൊ ഒന്ന് ഷെയർ ചെയ്യാം. പിന്നെ നമ്മൾ എല്ലാവരുടെ അവരവരുടെ ഫോണിൽ നിന്ന് കളയാൻ പറയേണ്ടി വരും. അതെ അതെ അതെ. അപ്പൊ അത് ഒരു ടിപ്സ് ഹലോ, മ്യൂട്ട് ചെയ്യട്ടോ.
ഹലോ, ഞാൻ ഒന്ന് മ്യൂട്ട് ചെയ്യും. ഞാനിപ്പോ എന്റെ സ്ക്രീനിൽ ഒരു മെസ്സേജ് ഉണ്ട്. ഹലോ, അവിടെ മ്യൂട്ട് ചെയ്യും. 2 സിസ്റ്റം ഉപയോഗിക്കുന്നിടത്താണ് എക്കോ വരുന്നത്. ഓക്കെ, ഞാനിപ്പോ ഈ മെസ്സേജ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡിലീറ്റ് ഫോർ മീ മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ? സ്ക്രീൻ കാണുന്നില്ലേ? ഇതില് എന്ത് ചെയ്യണം? ഡിലീറ്റ് ഫോർ എവരിവൺ വരണം. അതെങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പൊ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്റ്റെപ്പ് നോട്ട് ചെയ്യുക നിങ്ങൾ, കാരണം അത് അത്യാവശ്യ സംഗതി ആയതുകൊണ്ട് പിന്നെ അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാലാണ് ചെയ്യാൻ കഴിയുക. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ആദ്യം ചെയ്യുന്നത് എൻ്റെ ഫോണിന്റെ സെറ്റിങ്സിൽ പോയിട്ട് ടൈം എന്ന് സെർച്ച് ചെയ്യണം. ഡേറ്റോ ടൈമോ സെർച്ച് ചെയ്യാം. പോണ്ട. എന്നിട്ട് ഇവിടെ യൂസ് നെറ്റ്വർക്ക് പ്രൊവൈഡ് ടൈം എന്നുള്ളത് ഓട്ടോമാറ്റിക് ആയിരിക്കും. അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് മാറ്റാൻ പറ്റും, ഡേറ്റ് മാറ്റാൻ പറ്റും. മനസ്സിലായോ? മനസ്സിലാണ്ടോ? അതായത് സെറ്റിങ്സിൽ പോയിട്ട് ഡേറ്റ് ചേഞ്ച് ചെയ്യാണ് വേണ്ടത് ആദ്യം. ഓക്കെ, അപ്പൊ എന്നാണോ ഇപ്പൊ ഉദാഹരണമായിട്ട് മിഞ്ഞാന്ന് 25-ാം തീയതിത്തെ മെസ്സേജാണ് നമ്മൾ കളയണ്ടെങ്കിൽ ഡേറ്റ് 24-ലേക്ക് മാറ്റുക. അതായത് തൊട്ട് തലേ ദിവസത്തേക്ക് മാറ്റുക. മനസ്സിലായോ? അപ്പൊ നമ്മളിവിടെ 1-ാം തീയതിക്കത്തെ ഡേറ്റ് എന്ത് ചെയ്യുന്നു? തൊട്ട് തലേ ദിവസത്തെ ഇന്നത്തെ മെസ്സേജ് ആണെങ്കിൽ ഇന്നലത്തെ ഡേറ്റിലേക്ക് മാറ്റി. എന്നിട്ട് ഓക്കെ എന്ന് അടിച്ച് ഡേറ്റ് ഒരു ദിവസം പുറകോട്ട് മാറ്റി. മനസ്സിലാണ്ടോ? ഇനി അടുത്ത ഓപ്ഷൻ എന്താ വെച്ചാല് നമ്മള് നെറ്റ് എന്താണ്? ഹലോ, കേട്ടില്ലേ? ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, ഒന്ന് റിപ്ലൈ തരി. കേൾക്കുന്നുണ്ടോ? പോയിട്ടോ, ഒന്നും കേട്ടിട്ടില്ല. കേൾക്കുന്നില്ല? കേൾക്കുന്നില്ലേ? നെറ്റ് ഓഫ് ചെയ്തിരിക്കണേ? ഹലോ, നെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടോ? പോയി. ഹലോ, കേൾക്കുന്നുണ്ടോ? മതി. ഹലോ, കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഹലോ, ഹലോ,
ഹലോ, കേൾക്കുന്നില്ലേ? അസ്സലാമു അലൈക്കും. അലൈഹിസ്സലാം. ഇത് നെറ്റ് എന്തോ കട്ട് ചെയ്താണ്. ഹലോ, ഒന്ന് മ്യൂട്ട് ചെയ്യട്ടോ. ഹലോ, മ്യൂട്ട് ചെയ്യട്ടെ. ട്രെയിൻ പോകുന്നോ? മ്യൂട്ട് ചെയ്യും. വലൈക്കും സലാം. AAS എന്നുള്ള അതിൽ നിന്നാണ് സൗണ്ട്. അതാണോ? അതല്ല, ഞാൻ പാലെടുത്ത് അടുത്ത ക്ലാസ് മ്യൂട്ടാക്കെ സനീറ. മുനീറാത്തായ അസ്സലാമു അലൈക്കും. അലൈക്കും. ഓക്കെ, ഹലോ. ആ ഓക്കെ, ക്ലിയർ അല്ലേ? എന്തോ നിറത്ത അല്ല ഗിറാത്ത് കഴിഞ്ഞല്ലോ അല്ലേ? എല്ലാം കഴിഞ്ഞ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലല്ല, ഞാൻ കയറി, ഞാൻ പുറത്തായിരുന്നല്ലോ, ഞാൻ പറഞ്ഞില്ലേ പുറത്തായിരുന്നല്ലോ. ഞാൻ വീട്ടിലെത്തുന്നതിന് 10 മിനിറ്റ് മുമ്പ് ഞാൻ ഓണാക്കി. പക്ഷെ ഓണാക്കിയെങ്കിൽ എനിക്ക് ഓതാൻ പറ്റില്ലല്ലോ, എന്റെ കയ്യിൽ ഖുർആനില്ലല്ലോ. കുഴപ്പമില്ല, നമ്മൾ സമയമായതുകൊണ്ട് തുടങ്ങിയത്. അതിന് കുഴപ്പമില്ല. ആരോതി? ആ ആ, സാറിന്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. സാറ് ഇടയ്ക്ക് ഞാൻ കയറി, ഞാൻ തുടക്കം പോലെ കയറി. പക്ഷെ എനിക്ക് ഓതാൻ പറ്റൂലല്ലോ, ഞാൻ പുറത്തായിരുന്നു. ഓ, സാറ് വന്നു. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ? അപ്പൊ ഹലോ, കേൾക്കുന്നുണ്ടോ? സാർ മ്യൂട്ടായിരിക്കുവാണ്. സനീറ, എന്ത് പ്രശ്നം വാട്സപ്പിൽ ഒന്ന് വിളിച്ചു ചോദിച്ചാണ്. സാറിന്റെ മ്യൂട്ടായിരിക്കുന്നു. പക്ഷെ ജോയിൻ ആവുന്നുണ്ട്, പിന്നെയും പോകുന്നു. എന്താണ് പ്രശ്നം? ഒന്ന് വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് കേൾക്കുന്നുണ്ടോ? സാറ് വന്നിട്ടുണ്ട്. സാറ് 2-3 ഫോണിലും ഉണ്ട്. ഹലോ, കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. ഇതുവരെ സ്റ്റക്ക് ആയിരിക്കുമായിരുന്നു. ആണോ? ഓക്കെ. മൊബൈലിൽ ഷെയർ ചെയ്തതിനു ശേഷമാണിത്. നോക്കട്ടെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അതുകൊണ്ടാ പിന്നെ ഇപ്പൊ സ്ക്രീൻ കാണുന്നുണ്ടോ? മൊബൈൽ സ്ക്രീന് ഇല്ല, നിങ്ങളാ കാണുന്നത്. അല്ലല്ല, മൊബൈൽ സ്ക്രീൻ വേറെ വിൻഡോയിൽ വന്നിട്ടുണ്ടോ? ഓക്കെ, കാണുന്നില്ലല്ലോ. ഇപ്പോഴാ കൊടുത്തത്. ഓക്കെ ഓക്കെ, ഞാനിപ്പോ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ആവർത്തിക്കാം. അതായത് ഇപ്പൊ നമ്മൾക്ക് ഒരു മെസ്സേജ് ഡിലീറ്റ് ചെയ്യേണ്ട ഓപ്ഷനാണ് നമ്മൾ ഇപ്പോ പറഞ്ഞു തന്നത്. സാർ ഒന്നും കാണുന്നില്ല കേട്ടോ, ബ്ലാക്ക് കളറാണ് കാണുന്നത്. ബ്ലാക്ക് ആയിട്ടിരിക്കുകയാണ്, സ്ക്രീൻ ബ്ലാക്ക് ആയിട്ടിരിക്കുക. നെറ്റ്വർക്ക് എന്തോ കട്ടായി പോണേ, വൈഫൈ എന്തോ അറിയില്ല. ഒന്നുകൂടി നോക്കട്ടെ. സ്റ്റക്കായോ? പിന്നെ സ്റ്റക്കായിട്ടില്ല സാർ, അതിപ്പോ ഷെയർ ചെയ്യും.
സ്ക്രീനിൽ ബ്ലാക്ക് മാത്രമാണല്ലോ കാണുന്നത്. അതെ അതെ. ഇപ്പൊ ഷെയർ ചെയ്തിട്ടുണ്ട് എന്റെ ഫോണ്, പക്ഷെ സ്ക്രീൻ ആദ്യം ഷെയർ ചെയ്ത സമയത്ത് കിട്ടിയിരുന്നല്ലോ അല്ലേ? അപ്പോഴും കിട്ടിയിരുന്നു, ഇപ്പൊ ഒന്ന് കാണും. എന്താണ് പ്രശ്നം മനസ്സിലാവില്ല, ഒന്നുകൂടി നോക്കട്ടെ. ഇപ്പോഴും കാണുന്നുണ്ടോ? ഇല്ല, ഒന്നും കാണുന്നില്ല, അതുപോലെ തന്നെ കറുത്ത സ്ക്രീനായിട്ട് തന്നെ ഇരിക്കും. ഒന്നും കാണുന്നില്ല. ഓക്കെ, ഞാൻ അതിന്റെ സ്റ്റെപ്പ് പറഞ്ഞുതരാം. എന്തോ മൊബൈൽ കട്ടായിക്കൊണ്ടേയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ചെയ്ത് നോക്കിയാൽ മതി. ഹലോ, ചെയ്ത് നോക്കിയാൽ മതി. അതായത് പിന്നെ നിങ്ങൾ 2-3 സ്റ്റെപ്പ് ഓർക്കുക. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ഡേറ്റ് മാറ്റുക എന്നുള്ളതാണ്. അതായത് തൊട്ട് തലേദിവസത്തേക്ക് എന്നത്തെ മെസ്സേജ് ആണോ ഡിലീറ്റ് ചെയ്യേണ്ടത്, അതിന്റെ തൊട്ട് തലേ ദിവസത്തേക്ക് നമ്മുടെ ഫോണിലുള്ള ഡേറ്റ് ചേഞ്ച് ചെയ്യാം. ഇപ്പൊ ഇന്നത്തെ മെസ്സേജ് ആണ് കളയേണ്ടെങ്കിൽ ഇന്നലത്തെ ഡേറ്റിലേക്ക് മാറ്റുക. ഓക്കെ, സ്റ്റെപ്പ് 1. രണ്ടാമത്തെ സ്റ്റെപ്പ്, നമ്മൾ നെറ്റ് ഓഫ് ചെയ്യുക. തൽക്കാലത്തേക്ക് നെറ്റ് ഓഫ് ചെയ്യുക. മൂന്നാമത്തത്, നമ്മൾ വാട്സാപ്പ് എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലോസ് ചെയ്യുക. ഇപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്ന ഉണ്ടാവുമല്ലോ, അപ്പൊ അത് ജസ്റ്റ് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഈ 3 സംഗതി ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും വാട്സാപ്പ് തുറന്നിട്ട് ആ മെസ്സേജ് നോക്കി കഴിഞ്ഞാൽ നമുക്കവിടെ ഡിലീറ്റ് ഫോർ എവരി വൺ എന്നുകൂടി കാണാൻ കഴിയും. മനസ്സിലായോ? ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഒന്ന്, നമ്മുടെ ഡേറ്റ് തൊട്ട് തലേ ദിവസത്തേക്ക് മാറ്റി കൊടുക്കുക. രണ്ടാമത്തത്, നെറ്റ് ഓഫ് ചെയ്യുക. മൂന്നാമത്തത് എന്താ പറഞ്ഞത്, നമ്മുടെ വാട്സാപ്പ് ഒന്ന് ക്ലോസ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് നമ്മൾ താഴെ ലെഫ്റ്റ് സൈഡിലെ ബട്ടൺ നെക്കി കഴിഞ്ഞാൽ ക്ലോസ് ആൾ എന്ന് കാണുമല്ലോ, ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഒക്കെ ക്ലോസ് ചെയ്യാനൊരു ബട്ടൺ വരും. അതടിച്ചിട്ട് എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഓക്കെ, ഹലോ ഹലോ ഒരെണ്ണം മാത്രമേ ഡിലീറ്റ് ആകത്തുള്ളൂ, ഫുള്ളും ഡിലീറ്റ് ആവുമോ? ഇല്ലല്ലോ. എങ്ങനെ ഒന്ന് മാത്രമേ ഡിലീറ്റ് ആകത്തുള്ളൂ അപ്പോഴേ? നമ്മൾ ഉദ്ദേശിക്കുന്ന മാത്രം അല്ല, അത് മാത്രല്ല, ആ ദിവസം നമ്മൾ ഏത് ദിവസത്താണോ പിന്നെ സെറ്റ് ചെയ്തത് ആ ദിവസത്തെ ഏതും ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ഫോർ എവരി വൺ എന്നുള്ള ബട്ടൺ കൂടി ഉണ്ടാവും. അതിനെ കൂട്ടത്തിൽ പറഞ്ഞേ ഉള്ളൂ, നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഗതി ആയ നിലക്ക്. ഓക്കെ, അപ്പൊ ആ രീതിയിലുള്ള നമുക്ക് അറിയാത്ത തന്നെ ഒരുപാട് സംഗതികളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ക്ലിയർ ആയോ? അപ്പൊ പറഞ്ഞേ, ചെയ്ത് നോക്കുന്നുണ്ടോ? ഫോൺ തന്നെ ആയതുകൊണ്ട് ഓക്കെ, അത് നോക്കിയാൽ മതി. പിന്നീട് നിങ്ങൾ നോക്കിയാൽ മതി ജസ്റ്റ്. ഓക്കെ, അപ്പൊ അതേപോലെയുള്ള പിന്നെ വാട്സാപ്പിൽ കുറെ സംഗതികൾ നമുക്ക് കാണാൻ കഴിയും. സ്റ്റാറ്റസ് ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ വാട്സാപ്പ് തന്നെ ഗ്രൂപ്പുകൾ, അതുപോലെ തന്നെ നമുക്ക് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ്, ഇതൊക്കെ നമുക്ക് വാട്സാപ്പിൽ ഉപയോഗിക്കാവുന്ന സംവിധാനങ്ങളാണ്. ഇനി വാട്സാപ്പ് മാറിക്കൊണ്ട് ഫേസ്ബുക്കിലേക്ക് നമുക്കൊന്ന് വരാം. ഫേസ്ബുക്കിൽ നമുക്ക് അക്കൗണ്ട് ഉണ്ടാവും. അപ്പൊ അതില് ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി, നമുക്ക് #എന്ന് പറഞ്ഞ സംഭവമുണ്ട്.
പലർക്കും അത്ര അറിയാത്ത എന്നാൽ വളരെയധികം ഉപകാരമുള്ള ഒരു സോഷ്യൽ മീഡിയയിലെ പ്രധാനപ്പെട്ട ടൂളാണ് ഹാഷ്ടാഗ്. അറിയോ എന്താണ് സംഭവം എന്ന്? അറിയില്ല. ആ, കണ്ടിട്ടില്ലേ ഹാഷ്ടാഗ് കണ്ടിട്ടില്ലേ നിങ്ങള്? കണ്ടിട്ടുണ്ട്. അത് വെച്ച് കൊടുക്കുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാം നമുക്ക് അല്ലേ കാണാൻ പറ്റും എന്നുള്ളൊരു ഇതല്ലേ? അതെ. അതായത് പിന്നെ ഹാഷ്ടാഗിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മളിപ്പോ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയാണ്. പോസ്റ്റ് ഇടുന്ന സമയത്ത് ആ മെസ്സേജ് മാക്സിമം ആളിലേക്ക് എത്തുക, അതൊരു ക്യാമ്പയിനായിട്ട് വൈറലാകുക എന്നൊക്കെ നമ്മുടെ ഒരാഗ്രഹമായിരിക്കുമല്ലോ. ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ പോസ്റ്റ് ഇടുന്ന സമയത്ത് ഇപ്പോൾ പാലത്തായി അല്ലെങ്കിൽ വാളയാറ് പെൺകുട്ടികളുടെ ഇഷ്യൂ വെച്ചിട്ടാണ് നമ്മൾ പോസ്റ്റ് ഇടുന്നത് വിചാരിച്ചോളെ. ആ സമയത്ത് ആ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ ധാരാളം പോസ്റ്റുകളും ധാരാളം പിന്നെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ചർച്ചകളുടെ കൂട്ടത്തിൽ നമ്മൾ ഇട്ടൊരു പോസ്റ്റും എത്തണം. അല്ലെങ്കിൽ നമ്മുടെ വനിതാ വിഭാഗം നടത്തുന്ന ഒരു പരിപാടി കൂടി അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യണം, ശ്രദ്ധ ആകർഷിച്ച് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു സംഭവം ചെയ്യുന്നതോടുകൂടി കൂടുതൽ ജനങ്ങളിലേക്ക് അത് എത്താൻ കഴിയും. പറഞ്ഞ മനസ്സിലാണ്ടോ? ഇപ്പൊ ഉദാഹരണമായിട്ട് ഇന്നിപ്പോ ഹിജാബ് ഡേ എന്ന് പറയുന്ന ഒരു സംഭവമാണ് അല്ലെ? ഹിജാബ് ഡേന്റെ ദിവസമാണ്. ഇപ്പൊ നമ്മൾ സാധാരണ ഹിജാബ് ഡേയിൽ ഇപ്പൊ നമ്മളൊരു കൊല്ലം ജില്ല ഒരു പരിപാടി നടത്തുകയാണ്, ഫേസ്ബുക്കിൽ അതിന്റെ പോസ്റ്റ് ഇടുകയാണ്. അപ്പൊ ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ഹിജാബുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇടുന്ന സമയത്ത് ഞാനിപ്പോൾ തൽക്കാലം ഇത് പബ്ലിക് എന്നുള്ളത് ഓൺലി മീ എന്ന് പറഞ്ഞ ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണ്. അറിയില്ല, ഫേസ്ബുക്കിൽ നമുക്ക് പബ്ലിക് ആയിട്ട് പോസ്റ്റ് ചെയ്യാം, നമ്മുടെ ഫ്രണ്ട്സ് കാണുന്ന രീതിയിൽ ചെയ്യാം, നമ്മളുടെ ഫ്രണ്ട്സിൽ തന്നെ ചില ആളുകളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് ഇതിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഓൺലി മീ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു പോസ്റ്റ് ഇടാൻ പോവാണ്. പോസ്റ്റ് ഇടുന്ന സമയത്ത് ഞാൻ മെസ്സേജൊക്കെ ടൈപ്പ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്ത്, കുറച്ച് മാറ്റർ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ആ സമയത്ത് ഒരു ഹാഷ്ടാഗ് കൊടുക്കുകയാണ് ഞാൻ. ഇങ്ങനെയാണ് ഹാഷ്ടാഗ് കൊടുക്കുക. ഹാഷിന്റെ ചിഹ്നം കണ്ടില്ലേ, ഇതാണ് ഹാഷിന്റെ ചിഹ്നം, നമുക്കറിയാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, വേൾഡ് ഹിജാബ് ഡേ എന്ന് ഒരു സംഭവം ഇതടിച്ചിട്ട് സെർച്ച് ചെയ്തപ്പോൾ തന്നെ വേൾഡ് ഹിജാബ് ഡേ എന്ന് വന്ന്. ഓക്കെ, ക്ലിയർ ആയോ? കാണുന്നില്ല. സ്ക്രീൻ കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നില്ല. അയ്യോ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. സ്ക്രീൻ കാണുന്നുണ്ട്. നിങ്ങൾ മറ്റൊരു വിൻഡോയിലായിരിക്കും നോക്കണ്ടേ. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ടച്ച് ചെയ്തിട്ട് വലുതാക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ലിസ്റ്റിൽ ഇത് ഷെയർ ചെയ്യുന്ന വിൻഡോ ഉണ്ടാവും, അതിൽ ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി. അത് മറ്റേത് പിൻ ചെയ്ത് കിടക്കുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും. ഓക്കെ, കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ആ, ഓക്കെ. ഇനി ഇതിന്റെ ഒരു ബെനിഫിറ്റ് പറഞ്ഞത്, ഇനി ഞാൻ ഇത് എത്ര ടാഗും കൊടുക്കട്ടോ. ഇനി നമ്മൾ അടുത്തൊരു ടാഗ് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അവിടെ JEH വിമൻസ് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ടാഗ് കൊടുത്തു. പക്ഷെ ആ ടാഗിൽ വേറെ ഒന്നും വരുന്നില്ല, കാരണം നമ്മൾ ഇതുവരെ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ വരാത്തത്. ഈ JH കേരള എന്ന് കൊടുത്തു നോക്കാം. JIHKERALA. JH കേരള എന്ന് ആ ടാഗ് കൊടുത്ത് എന്നിട്ട് ഞാനിത് പോസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഞാൻ ഈ മെസ്സേജ് പോസ്റ്റ് ചെയ്തു. പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതൊരു ലിങ്ക് പോലെ വന്നത് കാണാൻ കഴിയും. കണ്ടില്ലേ, രണ്ടും ലിങ്ക് ആയിട്ട് വന്ന കണ്ടോ? ഇടയ്ക്ക് സ്പേസ് ഇല്ലാതെ വേണം അല്ലേ? സ്പേസ് ഇടരുത്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ
പിന്നെ നമ്മളുടെ വളരെ കുറഞ്ഞ ഫ്രണ്ട്സുള്ള ഒരു ഗ്രൂപ്പിലോ അല്ലെങ്കിൽ കുറഞ്ഞ ആളുകളുടെ ഒരു പേജിലോ ഇനി നമ്മളുടെ തന്നെ കുറഞ്ഞ ഫ്രണ്ട്സുള്ള നമ്മുടെ പ്രൊഫൈലിലോ ആയിരിക്കും നമ്മൾ ഇത് പേസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഹാഷ്ടാഗ് ചേർത്തോടുകൂടി ഒരാൾ ഈ വേൾഡ് ഹിജാബ് ഡേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു വിൻഡോയിലേക്കാണ് പോവുക. അപ്പോൾ ലോകത്ത് ആരൊക്കെ ഈ ഹാഷ്ടാഗ് വെച്ചിട്ട് ഈ വിഷയത്തിൽ പോസ്റ്റ് ഇട്ടോ ആ പോസ്റ്റുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഇട്ട പോസ്റ്റ് കൂടി എത്തും. മനസ്സിലായില്ലേ? അപ്പൊ ഇത് സെപ്പറേറ്റ് ഒരു ഫീഡായിട്ട് ഇനി വരുന്ന കാണാൻ കഴിയും. കണ്ടോ? ഇപ്പൊ നമ്മള് ജസ്റ്റ് 3700 പീപ്പിൾ ആർ പോസ്റ്റിംഗ് അബൌട്ട് ദിസ്. മനസ്സിലല്ലേ? 3700 ആളുകൾ ഇതിൽ ലോകത്ത് ഈ വിഷയത്തിൽ എന്ത് ചെയ്തു? ഹിജാബ് ഡേ എന്ന് പറഞ്ഞ പിന്നെ ഹാഷ്ടാഗ് ഉപയോഗിച്ചിട്ട് പോസ്റ്റ് ഇട്ടു. ഇത് കണ്ടില്ലേ? അപ്പൊ ജമാഅത്ത് ഇസ്ലാമി പാകിസ്ഥാൻ ഇട്ട ഒരു മെസ്സേജ് ആണിത്. മനസ്സിലായോ? അതിന്റെ ഇടയിലാണ് നമ്മളിത് കയറിപ്പോയത്. ഇത് പിന്നെ വേൾഡ് ഹിജാബ് ഡേ എന്ന് പറഞ്ഞിട്ട് വേറെ ഏതോ ഒരു ആഫ്രിക്കൻ രാജ്യത്ത് നിന്ന് ഇട്ടതാണ്. ഇത് ലോകത്തെ എവിടെ നടക്കുന്ന മറ്റൊരു പരിപാടി, വേൾഡ് ഹിജാബ് ഡേ JO നടത്തുന്ന ഒരു പരിപാടിയാണിത്. മനസ്സിലായോ? മഹാരാഷ്ട്രയിലെ JO നടത്തുന്ന പരിപാടിയുടെ കൂട്ടത്തിൽ ഇത് കയറിപ്പോയി. ഇപ്പൊ നമ്മളിപ്പോ കൊല്ലം ജില്ലയിൽ പരിപാടി നടത്തിയിട്ട് ഈ ഹാഷ്ടാഗ് ഒക്കെ ഇടുന്നതോടുകൂടി ഇത് അന്വേഷിക്കുന്ന ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലെ ആളുകളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരൊറ്റ ഹാഷ്ടാഗിലൂടെ എത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോ ഇതിപ്പോ ഏതോ ഒരു സ്ഥലത്താണ്, ദാറുൽ അർക്കം സ്കൂൾ യസ്മാൻ, എവിടെ തന്നെ നമുക്കറിയില്ല. അപ്പൊ അവിടെ നടക്കുന്ന വേൾഡ് ഹിജാബ് ഡേ ബന്ധപ്പെട്ട് അവിടുത്തെ സ്കൂളിലെ പ്രിൻസിപ്പൽ നടത്തുന്ന ഒരു ക്ലാസ് എന്ത് ചെയ്യുന്നു? ഈ ടാഗ് ഇട്ടുകൊണ്ട് മാത്രം നമ്മളിലേക്ക് എത്തി. മനസ്സിലായോ? നമ്മളൊന്നും ഈ ഹിജാബ് ഡേന്റെ പരിപാടിയിൽ പ്രത്യേകിച്ച് പോസ്റ്റ് ഇടുകയോ അല്ലെങ്കിൽ പോസ്റ്റ് ഇട്ടാൽ തന്നെ ടാഗ് കൊടുക്കുകയോ ചെയ്യാത്തത് കൊണ്ട് ഇതിലൊന്നും എത്തിയിട്ടില്ല. പക്ഷേ ഈ കർണാടകയും മഹാരാഷ്ട്രയൊക്കെ അത് കൃത്യമായിട്ട് ഇട്ടത് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇതൊക്കെ ഈ ഹാഷ്ടാഗിന്റെ അകത്ത് കയറി വന്നു. മനസ്സിലായോ? അപ്പോൾ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു വിഷയത്തെ ബൂസ്റ്റ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ടിപ്പിലൂടെ കഴിയും. പൽജാമി എന്ന് അവിടുത്തെ കുട്ടികൾ ഒരു പിന്നെ ഇത് നടത്തിയിരുന്നു, ഒരു എക്സിബിഷൻ ഈ വിഷയത്തിൽ, അവിടുത്തെ സീനിയർ സെക്കൻഡറി കുട്ടികൾ. അപ്പൊ അത് ശരിക്ക് ഇതേ രീതിയിൽ ഇട്ട് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ലോകത്തുള്ള മറ്റുള്ള ആളുകൾ കൂടി ഈ ഒരു സംഗതി എത്തുമെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. എവിടെയും നമ്മുടെ ഭാഗത്തുനിന്നുള്ള ഒരു പോസ്റ്റ് ഇതിൽ കാണാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ഇതിൽ തന്നെ നമ്മൾ മറ്റൊരു ടാഗ് കൊടുത്തിരുന്നു, JH കേരള എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ടാഗ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ JH വിമൻസ് കൊല്ലെന്നോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ടാഗ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ പിന്നീട് ആ ടാഗ് തന്നെ ഉപയോഗിച്ചിട്ട് ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളും അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ഒരൊറ്റ സ്ഥലത്ത് നമുക്കത് വരുന്ന കാണാം. എളുപ്പമാണോ? ഇതൊരു പീപ്പിൾസ് വില്ലേജിന്റെ ഒരു പോസ്റ്റ് ഇട്ടതാണ്. അപ്പോൾ ഇത് ഇതിൽ വരാൻ കാരണം ഇതിന്റെ ഒരു ഭാഗത്ത് JH കേരള എന്ന് പറഞ്ഞ ടാഗ് ഉണ്ടാവും. ഉണ്ടോ നോക്കാം നമുക്ക്. ഇവിടെ ഇത് ഈ ടാഗ് ഉപയോഗിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇത് ഇതിലേക്ക് ലിസ്റ്റിലേക്ക് വന്നത്. ഇത് റഹ്മത്തുന്നിസ നടത്തിയ ഒരു പ്രസംഗമാണ്. അപ്പൊ അതിലെന്ത് ചെയ്ത് ഈ ടാഗ് ഉപയോഗിച്ചുകൊണ്ട് ഇതിലേക്ക് എത്തി. ഇതാണ് ഹാഷ്ടാഗിന്റെ മെച്ചം. ഇപ്പൊ നമ്മളിപ്പോ ചില സമയത്ത് ഇപ്പൊ ഫാർമേഴ്സ് റാലി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫാർമേഴ്സ് സ്ട്രൈക്ക് ഒരു വിഷയം വിചാരിച്ചോളി. അപ്പോൾ ആ വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഹാഷ്ടാഗ് വെച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ആ വിഷയത്തിൽ ഷെയർ ചെയ്ത സമരങ്ങളുടെ കൂട്ടത്തിൽ നമ്മളുടെ ഈ പരിപാടി കൂടി കയറി ചെല്ലും. അതാണ് അതിന്റെ ഒരു ബെനിഫിറ്റ്. അത് എത്ര ഡീറ്റെയിൽഡ് ആയി പറയാൻ കാരണം നമുക്ക് പിന്നെ FBയിൽ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സംഭവമാണത്. ഓക്കെ, ഇങ്ങനെ സംഗതി അറിഞ്ഞിരുന്നു? അതിൽ ആർക്കെങ്കിലും ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ഇത് കാണാറുണ്ട് എന്നല്ലാതെ? ഓക്കെ, പറഞ്ഞുകൊണ്ട് കാര്യം ഉണ്ടായില്ലേ? ഓക്കെ, അപ്പോ ഇതേപോലെ കുറെ സംഗതികൾ നമ്മൾ ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും, പക്ഷെ നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവില്ല. അപ്പൊ നമ്മൾ തന്നെ ഒരു കാര്യം തീരുമാനിക്കുക, നമുക്ക് ഒരു വിഷയത്തിൽ ഒരു ഹാഷ്ടാഗ് ഉണ്ടാക്കി സ്ഥിരമായിട്ട് എല്ലാ പോസ്റ്റും അത് ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ ഇതിൽ നമുക്ക് അത് ക്ലിക്ക് ചെയ്താൽ മതി നമ്മൾ ഇതുവരെ നടത്തിയ പ്രോഗ്രാം ഒക്കെ കിട്ടാൻ. ഇപ്പൊ JH കൊല്ലം എന്ന് പറഞ്ഞിട്ട് ഒരു ഹാഷ്ടാഗ് ഉണ്ടായിട്ട് ഏത് പരിപാടി ഇടുമ്പോഴും ഈ ഹാഷ്ടാഗ് നിർബന്ധമായിട്ട് അതിന്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരൊറ്റ പേജിൽ എല്ലാ പരിപാടിയുടെയും പിന്നെ ഇത് കിട്ടും. മനസ്സിലായോ? അപ്പൊ അതാണ് അതിന്റെ ഒരു സൗകര്യം. പിന്നെ FB ലൈവ്, ഒരു പ്രാദേശികമായിട്ട് മറ്റൊരു പരിപാടി നടക്കുകയാണ്, നമുക്ക് ലൈവ്
ഇടാൻ ആർക്കെങ്കിലും അറിയോ? ചെയ്യാറുണ്ടോ? ഇതുവരെ ആരും ലൈവ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ലൈവ് സിമ്പിൾ ആണ്. നമ്മുടെ ഫോണിൽ തന്നെ ഉള്ളൊരു ബട്ടണാണ്. നമ്മൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗോ ലൈവ് എന്നതിന്റെ, നമ്മളിപ്പോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന അതിന്റെ കൂട്ടത്തിൽ തന്നെ ഗോ ലൈവ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും. അങ്ങനെ കണ്ടിട്ടുണ്ട്. അത് ടച്ച് ചെയ്തിട്ടുണ്ട്. അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ അപ്പോ ക്യാമറയിൽ പതിയുന്നത് അത് ലൈവായിട്ട് പോകും. അതാണ് അതിന്റെ സൗകര്യം. അതിൽ തന്നെ ഓഡിയോ മാത്രമായിട്ട് ലൈവ് കൊടുക്കുക. നമുക്കൊരു പ്രോഗ്രാമിന്റെ ഓഡിയോ മാത്രം ലൈവ് കൊടുക്കണമെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട്. വീഡിയോ ലൈവും ഓഡിയോ ലൈവും ഉണ്ട്. നമ്മളെ ഫേസ്ബുക്കില് പേജ് ഉണ്ടാക്കി. അപ്പൊ ഈ കൊല്ലം ജില്ലക്കേ, അപ്പോ അതിനു മുമ്പ് എപ്പോഴോ ഏതോ വർഷത്തില് GA കുട്ടികൾ ആരോ ചെയ്ത് കൊടുത്ത ഒരു പേജ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ കൊല്ലം എന്ന് കൊടുക്കുമ്പോ ഇത് നമ്മുടെ ലിങ്ക് കൊടുക്കുമ്പോഴത്തേക്കും അതാണ് പലർക്കും വരുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ ഒന്ന് ഇതാക്കാൻ അത് ഏറ്റവും നല്ലത് മെർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ടെങ്കിലും അത് പെട്ടെന്ന് ചിലപ്പോ അവര് മെർജ് ചെയ്തൊന്നും കിട്ടാറില്ല. നമ്മൾ നോക്കിയിട്ടൊന്നും പെട്ടെന്ന് കിട്ടിയില്ല. ഏറ്റവും നല്ലത് അത് ഒഴിവാക്കിയിട്ട് ഏതെങ്കിലും ഒന്നിലേക്ക് ചെയ്യായിരിക്കും നന്നായത്. അപ്പൊ അത് ഒഴിവാക്കാൻ അതിന്റെ അത് ചെയ്ത അല്ലെ ക്രിയേറ്റ് ചെയ്തവർ അവർക്കല്ലേ പറ്റുള്ളൂ. അതെ അവർക്കേ പറ്റുള്ളൂ. അഡ്മിൻ ഓക്കെ. അപ്പൊ അത് ആരാന്നറിയാൻ പാടില്ല. അത് അവര് ആരാണ് ക്രിയേറ്റ് ചെയ്ത് അവർക്കാണ് അത് കഴിയുള്ളൂ. ശരി. അതിപ്പോ എന്റെ പാസ്വേഡ് അറിയാത്തോണ്ട് ഓൺ ആക്കാനും അറിയാൻ വയ്യ, ഓഫ് ആക്കാനും പറ്റുന്നില്ല. അതൊരു പ്രശ്നമാണ്. നമ്മള് ഈ പേജ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരാളെ മാത്രം ആശ്രയിച്ച് നിൽക്കരുത്. ആ കമ്മിറ്റിയിലുള്ള ഒന്നിലധികം ആളുകളെ അഡ്മിൻ ആക്കണം. ഇനിയെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണത്. അതിന്റെ പ്രസിഡന്റോ മീഡിയയുടെ ആളുകളോ എത്രയും ആളുകൾ നമുക്ക് അഡ്മിൻ ആക്കാം. അപ്പോൾ സംഘടനയുടെ ആകുമ്പോൾ ഒരാൾ മാത്രം കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും അത് വെക്കരുത്. മാക്സിമം ആളുകളെ അതിലേക്കുമായി ബന്ധപ്പെട്ട ആളുകളെ അഡ്മിൻ ആക്കി വെക്കുകയാണ് വേണ്ടത്. അപ്പൊ അത് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറെ കൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ ഫേസ്ബുക്കിൽ നമ്മൾ ലൈവിന്റെ കാര്യം പറഞ്ഞ് നമുക്ക് പിന്നെ എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ മൊബൈലൊന്ന് ഷെയർ ചെയ്ത് നോക്കട്ടെ ഇപ്പൊ നടക്കുന്നുണ്ടോന്ന്. സ്ക്രീൻ കാണുന്നുണ്ടോ? അപ്പോ ബ്ലാക്ക് തന്നെയാണ് അല്ലേ? എന്തുകൊണ്ടാണ് നേരം കാണിച്ചൊക്കെ വന്നു, കാണുന്നില്ല. ഓക്കെ അത് സ്റ്റോപ്പ് ചെയ്യാണ്. ഇപ്പൊ പിന്നെ കമ്പ്യൂട്ടർ സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ ഇങ്ങനെ വന്നിട്ട് അത് ബ്ലാക്ക് ആയി നിൽക്കും. അല്ല, കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ നേരത്തെ കാണിച്ചിരുന്ന സ്ക്രീൻ കാണുന്നുണ്ടോ? അപ്പൊ അതും ഇല്ല, ബ്ലാക്ക് ആയിട്ട് നിൽക്കുക. ബ്ലാക്ക് ആക്കും. ബ്ലാക്ക് റൗണ്ട് ഒരു റൗണ്ട് പിക്ചറും കാണുന്നുണ്ട്. ഇതേ ഉള്ളൂ. ശരിയപ്പോ ഇപ്പൊ കാണുന്നില്ലേ? ഇപ്പൊ കാണാം. ഇല്ല, കാണുന്നില്ല. സ്ക്രീൻ കാണുന്നില്ല സാർ. ഇപ്പൊ കാണുന്നുണ്ട്. കാണിക്കുന്നുണ്ട്. ഇനി എപ്പിലോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പറയാന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ തന്നെ നമുക്കൊരു പ്രോഗ്രാം പിന്നെ ബൂസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ സംഭവമുണ്ട്, അതറിയോ? ഇപ്പൊ നമുക്ക് ക്യാഷ് കൊടുത്തിട്ട് ഇപ്പൊ നമ്മള് ചില പരിപാടികളുടെ പോസ്റ്ററൊക്കെ നമ്മളിപ്പോ കുറെ പൈസ ചെലവാക്കിയിട്ടാണ് അടിക്കാറുള്ളത് അല്ലെ? പക്ഷെ ഇപ്പൊ നമുക്കൊരു പോസ്റ്റർ പൈസ ഒന്നും ചെലവില്ലാതെ പൈസ ചെലവാക്കി അടിക്കേണ്ട ആവശ്യമില്ല. ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഇട്ടാൽ മതി. അപ്പൊ അങ്ങനെ ഇടുന്ന സമയത്ത് തന്നെ നമുക്ക് കുറച്ചുകൂടി ക്യാഷ് ചെലവാക്കി കഴിഞ്ഞാൽ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു സംഭവമാണ് ഫേസ്ബുക്ക് ബൂസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് നമുക്ക് നമ്മളുടെ ATM കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഫേസ്ബുക്കിന് ക്യാഷ് കൊടുത്തിട്ട് ചെയ്യാം. നമ്മൾ ചെറിയ പരിപാടിക്കൊന്നും അങ്ങനെ ക്യാഷ് കൊടുത്ത് ചെയ്തിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പോലും പിന്നെ നമ്മളുടെ ഒരു പോസ്റ്റിന്റെ താഴെ ബൂസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും.
ഹലോ, അപ്പം നമുക്ക് ആ രീതിയിൽ പിന്നെ ഏതെങ്കിലും പ്രോഗ്രാമിൻ്റെ നോട്ടീസുകൾ, പ്രോഗ്രാമുകളുടെ ലൈവ്, ഇതൊക്കെ നമുക്ക് അങ്ങനെ ബൂസ്റ്റ് ചെയ്തിട്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഈ ബൂസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷന് നമുക്ക് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും. ഹലോ, കേൾക്കുന്നില്ലേ? ഓക്കെ. ഇനി എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ, അന്വേഷിക്കാനോ എന്തെങ്കിലും അറിയാനുണ്ടോ? സാറേ, വാട്സപ്പിൽ സ്വന്തമായിട്ട് സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞില്ല, അതൊന്ന് പറയാമോ? സ്റ്റാറ്റസ് വീഡിയോ ആണോ? വീഡിയോ അതോ ചിത്രങ്ങളോ? ചിത്രങ്ങളും വീഡിയോയും അതെങ്ങനെയാണെന്ന് പറയാമോ? അത് പിന്നെ ഞാൻ പറഞ്ഞില്ല, അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട സംഗതിയാണ്. നമ്മൾ അടുത്തൊരു ഇതിൽ ഇനി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനായിട്ട് തന്നെ എന്ത് ചെയ്യണം, ഒരു മണിക്കൂറോ 1.5 മണിക്കൂറൊക്കെ സമയം ചെലവഴിച്ച് പഠിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ സൂചിപ്പിച്ച് പോയിന്നുള്ളൂ. കാരണം ഇപ്പം നമ്മൾ 5 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞാൽ അത് എവിടെ എത്തൂല, അത് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അത് എന്ത് ചെയ്യണം, അതിന് ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്പ് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്യണം. ആ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം അത് എങ്ങനെ ചെയ്യാന്ന് പറയണ്ടേ. അപ്പം അങ്ങനെ നമുക്ക് സ്റ്റാറ്റസ് മാത്രമല്ല, നമുക്ക് സ്വന്തമായിട്ട് തന്നെ പോസ്റ്ററുകൾ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്ന പിന്നെ രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പം ഇന്ന് നേരെ വിഷയത്തിലേക്ക് കിടക്കാതെ പൊതുവായ ചില സംഗതികൾ ചോദിക്കുകയും ഒരു മോട്ടിവേഷൻ ഈ വിഷയത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു രീതിയാണ് ഇന്നത്തെ നമ്മൾ സെഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. മറ്റ് ഇതിനായിട്ട് തന്നെ നമുക്ക് കുറേ സമയം വേണ്ടി വരും. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് മാറ്റി വെക്കാമെന്നാണ് തോന്നുന്നത്. അപ്പം അതിൽ തന്നെ നമുക്ക് യൂട്യൂബ് പോലുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് സ്വന്തമായിട്ട് ചാനൽ തുടങ്ങേണ്ട ആളുകൾക്ക് അങ്ങനെ തുടങ്ങാനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചെടുക്കാൻ കഴിയും. എങ്ങനെ അത് ചെയ്യാം, എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാം, എങ്ങനെ ചാനൽ ക്രിയേറ്റ് ചെയ്യാം എന്നൊക്കെ നമുക്ക് ആ രീതിയിൽ മനസ്സിലാക്കി എടുക്കാൻ കഴിയും. ശരി സാർ. പിന്നെ ഇതിൽ തന്നെ നമ്മളൊരു പ്രോഗ്രാം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇവന്റ് പേജ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതറിയോ? ഇവന്റ് പേജ് എന്ന് പറഞ്ഞാൽ ഇവന്റ് പേജ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സംഘാടന തലത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. നമുക്ക് പിന്നെ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഇവന്റ് പേജ് ക്രിയേറ്റ് ചെയ്യാം. അതായത് നമ്മൾ ഇപ്പോൾ GI അല്ലെങ്കിൽ GIU അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി ഹൈദരാബാദിൻ്റെ പേജിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവന്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ടാവും ലെഫ്റ്റ് സൈഡിന്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ന്യൂ ഇവന്റ് എന്ന് കാണാം. ക്രിയേറ്റ് ന്യൂ ഇവന്റ് എന്ന് നമുക്കതിൽ കാണാൻ കഴിയും. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഒരു പ്രോഗ്രാമിൻ്റെ ടൈം, അതുപോലെ തന്നെ ആ പ്രോഗ്രാം നോട്ടീസുകൾ, ഡീറ്റെയിൽസുകൾ, വെന്യൂ, ഇതൊക്കെ സെറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്കത് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആർക്കൊക്കെ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്, ആരൊക്കെ അതിൽ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരത്തെ ഒരു വിവരം കിട്ടാനും അതിൻ്റെ തന്നെ ഒരു പ്രചാരണം നടത്താനും നമുക്ക് കഴിയും. മനസ്സിലായില്ലേ? അതാണ് ഇവന്റ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള സൗകര്യം. ഇപ്പോൾ ക്രിയേറ്റ് ഇവന്റ് ഇങ്ങനെയാണ് ഉണ്ടാകുക. നമ്മൾ ഇവന്റ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ക്രിയേറ്റ് ഇവന്റ് എന്ന് കാണാം. സ്ക്രീനിൽ കാണുന്നുണ്ടാവും നിങ്ങൾ. നമ്മളിപ്പോൾ ഒരു ഇവന്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ക്രിയേറ്റ് ഇവന്റ് എന്ന് കൊടുക്കുമ്പോൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഓൺലൈൻ ആണോ അതല്ല ഓഫ്ലൈൻ ആണോ എന്ന്. അപ്പോൾ നമ്മൾ ഒരു ഓൺലൈൻ പരിപാടി അല്ലെങ്കിൽ ഒരു ഓഫ്ലൈൻ പരിപാടി ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഇൻ പേഴ്സൺ, ഒരു പ്രത്യേക സ്ഥലത്ത് ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു പരിപാടിയാണ് എന്ന് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തു. വരുന്നുണ്ട്. ഇല്ല, സ്റ്റക്കായി പോയായിരുന്നു. ഇപ്പൊ കേൾക്കുന്നില്ല. കേൾക്കുന്നില്ലേ? ഇല്ല പറയുന്നത് ഇപ്പഴാ കേട്ടത്. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഒരു ഇവന്റ് പേജ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ എന്ന് പറഞ്ഞത് വരെ കേട്ടു. അതെ, അതായത് 2 ഓപ്ഷൻ നമുക്ക് ക്രിയേറ്റ് കൊടുക്കുമ്പോൾ കാണും. അപ്പൊ നമുക്കത് ഏത് ഓപ്ഷനും തിരഞ്ഞെടുക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഇവിടെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ഇവന്റ് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബാക്കി ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞ് ഇവിടെ നമ്മൾ
ഡേറ്റ് മാറ്റി കൊടുക്കുക. അപ്പോൾ കലണ്ടർ എടുത്തിട്ട് ഫെബ്രുവരി 20 ഡേറ്റ് നടക്കുന്നത്. എന്നിട്ട് എൻഡ് ടൈം, ആ പരിപാടി നടക്കുന്നത് ഫെബ്രുവരി 20 വൈകുന്നേരം 4 മണിയാണ്. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യാം, ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ എപ്പോഴാണോ പരിപാടി അവസാനിക്കുന്നത് രാത്രി 9:30 ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. പിന്നെ ഈ പരിപാടി ആരൊക്കെ കാണണം, പ്രൈവറ്റ് ആയിട്ട് വേണോ പബ്ലിക് ആയിട്ട് വേണോ എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യുക. ആ പരിപാടിയുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക. പരിപാടിയുടെ പേര് ഇവിടെ നമുക്ക് പരിപാടിയുടെ പേര് ആഡ് ചെയ്യുക. ഇവിടെ കണ്ടില്ലേ ഇൻട്രസ്റ്റഡ് ഗോയിങ്, ഒരാൾക്കത് ക്ലിക്ക് ചെയ്തിട്ട് പരിപാടിയിൽ എത്ര ആൾ ആ പരിപാടിക്ക് എത്തുന്നുണ്ട്, എത്ര ആൾക്ക് താല്പര്യമുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ കളക്ട് ചെയ്യാൻ പറ്റും. മാത്രമല്ല ആ പരിപാടിയുടെ എല്ലാ ഫോട്ടോസ്, ലൈവ്, അത്തരം ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ആഡ് ചെയ്യാം. ആ പരിപാടിയുടെ ലൊക്കേഷൻ അങ്ങനെയൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അതിൻ്റെ മൊബൈൽ പ്രിവ്യൂ ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ഫേസ്ബുക്ക് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്ന മറ്റൊരു പ്രൊമോഷൻ കാര്യമാണ്. മനസ്സിലായോ? ഇവന്റ് പേജ് ക്രിയേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പേജ് എടുക്കുക, ആ പേജിൽ ക്രിയേറ്റ് ഇവന്റ് എന്നുണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇവന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? ഓക്കെ. പിന്നെ മറ്റൊരു സൗകര്യം ഉള്ളത് ലൈവിന്റെ കാര്യം പറഞ്ഞ്, അതുപോലെ തന്നെ പേജ് ഇവന്റ് ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞ്, അതുപോലെ തന്നെ ഹാഷ്ടാഗ് നമ്മൾ സൂചിപ്പിച്ച്, പിന്നെ ബൂസ്റ്റ് ചെയ്യുന്ന സംഗതിയും നമ്മൾ പറഞ്ഞ് ചെയ്ത് കാണിച്ചിട്ടില്ല, ജസ്റ്റ് അതും നമ്മൾ സൂചിപ്പിച്ച്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫേസ്ബുക്കിൽ നമ്മൾ സാധാരണ ഒരു ജസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ട് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അത് കൂടുതൽ ആളിലേക്ക് എത്തിക്കാൻ ഇത്തരം കാര്യങ്ങൾ കൂടി ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ജനങ്ങളിലേക്ക് ഈ മെസ്സേജ് എത്താൻ കഴിയുമെന്നുള്ളതാണ് പറഞ്ഞു തന്നത്. പിന്നെ ഒരു പരിപാടി സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ചെയ്യാവുന്ന സംഭവമാണ് ടാഗിങ് എന്ന് പറഞ്ഞ സംഗതി. അതറിയോ? ടാഗിങ് അറിയോ? ആളുകളെ ടാഗ് ചെയ്യുന്നേ അറിയില്ലേ? അറിയില്ല. അതായത് എന്തിനാ ടാഗ് ചെയ്യുന്ന അറിയോ? ടാഗ് എന്തിനാ ചെയ്യുന്നേ? നമ്മള് ഒരു പിന്നെ നമ്മളിപ്പോ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണ്. ആ പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള പോസ്റ്റുകളൊക്കെ എപ്പിയിൽ ഇടുക എന്ന് വിചാരിച്ചോളി. എപ്പിയിൽ ഇടുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് പോസ്റ്റ് ചെയ്തതിനു ശേഷം നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യാം. പോസ്റ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യുക. ചിത്രം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആരാണോ ആ വ്യക്തിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടാഗ് ചെയ്യാന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒരു ടാഗിന്റെ ചിഹ്നം കണ്ടില്ലേ? കണ്ടോ? ഇങ്ങനെ ഒരു ചിഹ്നം, ടാഗ് ഫോട്ടോ എന്ന് കാണാം. ഓക്കെ. ഈ ടാഗ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എവിടെയാണോ ആരെയാണോ ടാഗ് ചെയ്യേണ്ടത് അവിടെ ജസ്റ്റ് ടച്ച് ചെയ്യുക. അയാളുടെ ഫേസിൽ ടച്ച് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ ആളെ മെൻഷൻ ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എടുക്കും, അല്ലെങ്കിൽ നമ്മൾ അവിടെ ആളുടെ പേര് അടിച്ചു കൊടുക്കുക. ചിലപ്പോ ആ ഫോട്ടോയുടെ പേര് വരും. അതെ. അപ്പോൾ ആ ഫോട്ടോ ഓട്ടോമാറ്റിക് എടുക്കുമ്പോൾ MI അബ്ദുൽ അസീസ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ആളാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് ടാഗ് ചെയ്ത്, ഇപ്പൊ ഈ ടാഗ് ചെയ്ത ഉടനെ തന്നെ അദ്ദേഹത്തിന് നോട്ടിഫിക്കേഷൻ പോയിട്ടുണ്ടാവും. നിങ്ങളെ ഒരാൾ ടാഗ് ചെയ്തിട്ടുണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടാവും. അപ്പൊ അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് എന്ത് ചെയ്യും? ഡയറക്റ്റ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് വാളിൽ വരും. ചില ആളുകൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ടാഗ് ഓൺ ആക്കി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ ടാഗ് ചെയ്യുന്നവർ കൂടി അയാളുടെ ഫേസ്ബുക്കിൽ അത് പ്രത്യക്ഷപ്പെടും. മനസ്സിലായില്ലേ? അപ്പോൾ ഒരേ സമയത്ത് ഇപ്പൊ അതിൽ ആരൊക്കെ പങ്കെടുത്തു അയാളുടെയൊക്കെ ആണ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഈ പോസ്റ്റിന്റെ കൂടെ വിത്ത് MI അബ്ദുൽ അസീസ് എന്ന് പറഞ്ഞിട്ട് അത് വന്നു കഴിഞ്ഞ്. അപ്പൊ നമ്മള് ഒരു ടൂറൊക്കെ പോകുന്ന സമയത്ത് നമ്മള് ഫ്രണ്ട്സ് 4 പേരുണ്ടെങ്കിൽ 4 പേരെ ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ ഇട്ടാൽ മതി പോസ്റ്റ്. എല്ലാവരും കൂടെ പോസ്റ്റ് ഇടേണ്ട ആവശ്യമില്ല. അപ്പൊ എന്ത് ചെയ്യും? കൂടുതൽ ആളുകളിലേക്ക് ആ ഫോട്ടോ എത്താൻ കഴിയും. അതാണ് ടാഗിങ് എന്ന് പറഞ്ഞ സംഭവം.
ക്ലിയർ ആയോ? ടാഗ് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്ലിയർ ആയി. ഇനി നമ്മൾ ഒരു പോസ്റ്റ് ഇടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാത്ത, എന്നാൽ ശ്രദ്ധിച്ചാൽ കുറച്ചും കൂടി നന്നാവുന്ന ഒരു സംഭവമാണ്. നമ്മളിപ്പോൾ ഒരു സെമിനാറിന്റെ പോസ്റ്റ് ഇടുന്ന സമയത്ത് അതിന്റെ ചെക്ക് ഇൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ട് ആരെങ്കിലും? അത് പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല, അതങ്ങനെ കണ്ടിട്ടുണ്ട്. ചെക്ക് ഇൻ എന്ന് പറഞ്ഞാല് നമ്മള് എവിടെയാണോ നിൽക്കുന്ന സ്പോട്ട് അത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് മൂന്നാർ പോയപ്പെടുത്താണ്, അത് വട്ടവട പോയപ്പെടുത്താണ്, അത് തിരുവനന്തപുരം പോയപ്പെടുത്താണ്, അത് മലമ്പുഴ പോയപ്പെടുത്താണ്. നമുക്ക് ഇവിടെ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അതിനാണ് ചെക്കിങ് എന്ന് പറയാം. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് ഒരു പോസ്റ്റ് എന്ത് ചെയ്യാണ് വേണ്ടത്ര രീതിയിൽ ആളുകളിലേക്ക് എത്തുക. അപ്പൊ അതിന്റെ ഒരു വേറെ സൗകര്യം ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോ ഒരു പോസ്റ്റ് എടുത്ത് കാണിച്ചു തരാം. ചെക്ക് ഇൻ ചെയ്തിട്ട് ഒരു പോസ്റ്റ് എടുക്കുക. ഓക്കെ, ഞാനിപ്പോ ഈ ഒരു പോസ്റ്റ് ഞാൻ എഡിറ്റ് ചെയ്യാണ്. ഇത് കോഴിക്കോട് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഞാനിത് ജസ്റ്റ് ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. ചെക്ക് ഇൻ ഒന്നും കൊടുത്തിട്ടില്ല. എവിടെയാണെന്നുള്ളതൊന്നും ഞാനിപ്പോ അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. കുറച്ച് കേട്ടില്ല കേട്ടോ സാർ. എപ്പോഴാണ് കേൾക്കാതിരുന്നത്? ഇപ്പോഴാണ് സൗണ്ട് വന്ന, ആ തുടങ്ങിയപ്പോ പോയി. ഓക്കെ, അത് ഞാൻ ചെക്ക് ഇൻ എന്ന് പറഞ്ഞ സംഭവമാണ്. അത് കേട്ടോ? അത് കേട്ട്. അപ്പൊ നമുക്ക് ഏത് ലൊക്കേഷൻ മനസ്സിലാവും എന്നുള്ളത് അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമ്മള് ഒരു പോസ്റ്റ് സാമ്പിളിന് ചെയ്യാൻ പോകണം. ഇപ്പൊ ഞാൻ കോഴിക്കോട് നടന്നൊരു പരിപാടിയാണിത്. അപ്പോൾ ആ പരിപാടി എവിടെയാണ് നടക്കുന്നത് എന്നുള്ള ഞാൻ അപ്പോൾ ചെക്ക് ഇൻ ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ചെയ്തു നോക്കാം. അപ്പൊ അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് കാണിച്ചു തരാം. നമ്മളൊരു സ്ഥലത്ത് പോയി കാലിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ചെക്ക് ഇൻ ചെയ്ത്. ഓക്കെ, ഞാൻ അത് സേവ് ചെയ്യാണ്. ഇപ്പൊ കണ്ടോ, സുഹൈർ അലി ഈസ് ഇൻ കാലിക്കറ്റ് ഇന്ത്യ എന്നുകൂടി അതിൽ വന്ന്. അപ്പൊ ഒരാൾക്ക് എന്ത് ചെയ്യാം, ഇതിപ്പോ നമ്മൾ അറിയാത്തൊരു സ്ഥലമോ അല്ലെങ്കിൽ പുതിയൊരു ഹോട്ടലോ അല്ലെങ്കിൽ പുതിയൊരു റഹ്മത്ത് ഹോട്ടലിൽ നിൽക്കുന്ന സമയത്താണ് ഈ ഫോട്ടോ ഇട്ടിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഇത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ ഹോട്ടലിനെ കുറിച്ച് ഇവിടെ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആരൊക്കെ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ അവരുടെ എല്ലാ പോസ്റ്റുകളും ഇവിടെ കാണും. അത് ചെക്ക് ഇൻ ചെയ്തിട്ടുള്ള ആരൊക്കെ ഉണ്ടോ അവരുടെയൊക്കെ പേരുകള്, പോസ്റ്റുകള് മറ്റും ഒക്കെ ഈ പറയുന്ന ഒറ്റ ഇതിൽ കിട്ടും. അപ്പൊ ഇതൊക്കെ എന്താ വെച്ചാൽ നമ്മളൊരു പോസ്റ്റ് ഇടുന്ന സമയത്ത് അത് ഇപ്പൊ ഒരു സ്ഥലത്തൊക്കെ ഒരു സമ്മേളനത്തിനൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ബീച്ചിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ചെക്ക് ഇൻ കൊടുത്തു കഴിഞ്ഞാൽ അതേ വിഷയത്തിൽ ചെക്ക് ഇൻ കൊടുത്ത ആളുകളുടെ ഒക്കെ കൂട്ടത്തിൽ നമ്മളുടെയും കൂടി ചെക്ക് ഇൻ കടന്നു വരും. ഇതിപ്പോ കാലിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു പേജാണ്. അതിലേക്ക് എത്തി. അതാണ് ചെക്ക് ഇൻ കൊണ്ടുള്ള സൗകര്യം. ബാക്കിയൊക്കെ നമുക്ക് അറിയാവുന്ന സംഗതികൾ തന്നെയാണ്. ടാഗ് ഫ്രണ്ട്സ്, വാച്ച് പാർട്ടി, ആക്ടിവിറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇതേ രീതിയിലൊക്കെയാണ് നമുക്ക് ഫേസ്ബുക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിയുക എന്നാണ് ഇപ്പോൾ പറഞ്ഞു വന്നത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. അതിലെന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഇട്ട പോസ്റ്റുകൾ, നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള പോസ്റ്ററുകൾ, പ്രോഗ്രാമുകൾ, റിപ്പോർട്ടുകൾ, ഇത് പലപ്പോഴും എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മൾ ഒക്കെ ആ സമയത്ത് ഭദ്രമായിട്ട് നമ്മളെ കയ്യിലുണ്ടാവും. പിന്നീട് നോക്കുന്ന സമയത്ത് അതൊന്നും നമ്മുടെ അടുത്തുണ്ടാവുകയില്ല, അതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ മീക്കാത്തിൽ നമ്മൾ നടത്തിയ ഒരുപാട് ആക്ടിവിറ്റികൾ ഉണ്ടാവും. ഇപ്പോൾ കൊല്ലം ജില്ലയിൽ ജമാഅത്ത് നിതാബ നടത്തിയ ഒരുപാട് ആക്ടിവിറ്റികൾ ഉണ്ടാവും. അപ്പോൾ ആ ആക്ടിവിറ്റികളുടെയൊക്കെ ഫോട്ടോസും റിപ്പോർട്ടുകളും ഇപ്പോൾ നമുക്ക്
പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും ആ സമയത്ത് ഇപ്പോൾ ഇഷ്ടംപോലെ വാട്സാപ്പിലും ഒക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ അതൊക്കെ ഭദ്രമായിട്ട് സൂക്ഷിക്കാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ ഡ്രൈവ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം. കേട്ടിട്ടുണ്ടോ? നമ്മളെല്ലാവരുടെ ഫോണിലും ഈ ഡ്രൈവ് ഉണ്ട്. ശരിക്കും നമുക്കത് കൃത്യമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഡോക്യുമെന്റ്സുകൾ നഷ്ടപ്പെടാതെ ഫോൾഡർ ആക്കിയിട്ട് ഭദ്രമായി സൂക്ഷിക്കാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സൗകര്യം എന്താ വെച്ചാൽ നമുക്ക് ഫോൺ ഡിലീറ്റ് ചെയ്ത് പോയാലും ഫോൺ നഷ്ടപ്പെട്ടു പോയാലും ഫോണിലുള്ള ഡാറ്റ മൊത്തം നഷ്ടപ്പെട്ടു പോയാലും ഒരിക്കലും ആ ഫയലുകൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ് ഗൂഗിൾ ഡ്രൈവിൻ്റെ സൗകര്യം. മനസ്സിലായോ? നമ്മുടെയൊക്കെ ഫോണിൽ ഒരു ഗൂഗിൾ ആപ്ലിക്കേഷൻ്റെ കൂട്ടത്തിൽ ഇതേപോലെ ഇതായിട്ട് ഒരു ത്രികോണാകൃതിയിൽ നമുക്ക് ഈ പറയുന്ന ഗൂഗിൾ ഡ്രൈവ് കാണാം. അപ്പോൾ അത് ആ വിഷയത്തിൽ ഗൂഗിൾ ഡ്രൈവിൽ ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ഇതിലുള്ള ഫോൾഡറുകളാണിത്. ഇതിനകത്ത് നമുക്ക് വ്യത്യസ്ത ഫോൾഡറുകൾ ഇതേപോലെ ഓരോ വിഷയത്തിലുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുമായി ബന്ധപ്പെട്ട എല്ലാതും അതിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും. മനസ്സിലായോ ഈ സംഭവം? എന്ത് മനസ്സിലായതുകൊണ്ടാണോ മനസ്സിലാവാത്തോണ്ടാണോ ഒരു മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞോളേ അത് എങ്ങനെ ഉപയോഗിക്കാന്നൊക്കെ. ഗൂഗിൾ ഡ്രൈവ് ആരും അതങ്ങോട്ട് എടുത്ത് നോക്കാറില്ല. അത് എല്ലാവരും ഫോണിലുണ്ടാവും, നമ്മൾ ഉപയോഗിക്കില്ല. അതുപോലെ തന്നെ ഗൂഗിൾ ഫോട്ടോസ് പറഞ്ഞ സംഭവം കൂടി ഉണ്ട്. അതും നമുക്ക് ഫോട്ടോസ് സൂക്ഷിച്ച് നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കാൻ പറ്റുന്ന സംഗതിയാണ്. നമ്മളിപ്പോ ഇങ്ങനെ വിചാരിക്കും, നമ്മൾ പല സമയത്തും ടൂർ പോകുമ്പോഴും വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ടാകുമ്പോഴൊക്കെ കുറെ ഫോട്ടോ എടുത്തിട്ടുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ ആ ഫോട്ടോ ഒന്നും നമ്മളെ ആരുടെയും ഫോണിലുണ്ടാവില്ല, ഒക്കെ ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫോണ് ഫില്ലായിട്ടുണ്ട്, അതൊക്കെ ക്ലീൻ ചെയ്തു എന്ന് പറയും. അപ്പോൾ നമുക്കത് ഒറ്റ തവണ ആരെങ്കിലും ഒരാളെടുത്ത് ഗൂഗിൾ ഡ്രൈവിലോ ഗൂഗിൾ ഫോട്ടോസിലോ അപ്ലോഡ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ അത് നഷ്ടപ്പെടാതെ നിൽക്കും. മനസ്സിലായോ? അപ്പോൾ അതെങ്ങനെ കയറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യുക. അവിടെ താഴെ പ്ലസ് ബട്ടൺ കാണും. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഫോൾഡർ എന്ന് കാണും. അപ്പോൾ നമുക്കൊരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് എന്ത് ചെയ്യാം? ഫയൽ അപ്ലോഡ് എന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫോണിൽ നിന്ന് ആ ഫയൽ അതിലേക്ക് ചേർത്ത് കയറ്റി വെക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ അതൊന്ന് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ നമ്മളുടെ മീക്കാത്തിലുള്ള കുറേ പരിപാടികളുടെ ഫോട്ടോസും ഡാറ്റാസും ഒക്കെ ഉണ്ട്. അതൊക്കെ ഒരു ഫോൾഡറിലാക്കിയിട്ട് വർഷമൊക്കെ എഴുതി വെച്ചിട്ട് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും ആ പ്രോഗ്രാമുകളുടെ റിപ്പോർട്ടുകളും കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ സൗകര്യം. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടോ ഗൂഗിൾ ഡ്രൈവില്? ഇത് നമ്മുടെ മൊബൈലിലും ചെയ്ത് വെക്കാല്ലേ? പറ്റും, മൊബൈലിൽ വെക്കാം. അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കാവുന്ന ഒരു സംഗതിയാണ്. ഇതേപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയുടെ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞതാണ് ടെലഗ്രാം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ അല്ലേ? അധികം യൂസ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ ടെലഗ്രാമിന്റെ ഒരു സൗകര്യം എന്താ വെച്ചാൽ നമുക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഫോട്ടോസോ വീഡിയോസോ എത്രയും നമുക്ക് അപ്ലോഡ് ചെയ്യാം. ആ ഫയൽ ഒരിക്കലും നഷ്ടപ്പെടുന്ന പേടി വേണ്ട. നമ്മൾ ഫോൺ ഫോർമാറ്റ് ചെയ്താലും ടെലഗ്രാം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ നമ്മളത് റീസ്റ്റോർ ചെയ്യുന്നു, നമ്മൾ അക്കൗണ്ട് അടിച്ച് കയറുന്നു, അപ്പോൾ മുകളിൽ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഇട്ട മുഴുവൻ ഫയലുകളും അവിടെ തന്നെ ഉണ്ടാവും. വാട്സാപ്പ് പലപ്പോഴും നമ്മളെ ഇരുന്ന് പറ്റിക്കാറുണ്ട്. പഴയ ഡാറ്റകളും പലതും പെട്ടെന്നൊക്കെ പോകും. ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് റീസ്റ്റോർ ചെയ്താൽ പോലും കിട്ടാറില്ല അല്ലേ? അങ്ങനെയല്ല അനുഭവം? ടെലഗ്രാമിൽ ഇപ്പൊ നമ്മള് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന വാട്സാപ്പിലെ പോലെ തന്നെയാണ് ഗ്രൂപ്പ് ക്രിയേറ്റ് അതിലൊരു ഓപ്ഷൻ കൂടി ഉണ്ട്, ചാനൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടി ഉണ്ട്. ഗ്രൂപ്പ് നമുക്ക് ആളുകൾ അങ്ങനെ ആഡ് ചെയ്യാം. ചാനൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എത്ര ആളുകൾക്കും വന്ന് ജോയിൻ ചെയ്യാവുന്ന, ലിങ്ക് അയച്ചു കൊടുത്താൽ ജോയിൻ ചെയ്യാവുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഇതിലുള്ള സൗകര്യം എന്താ വെച്ചാൽ നമുക്ക് എത്രയും ഡാറ്റ, എത്ര GB ആണെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവന്നിടാം. അത് ഒന്നും പ്രശ്നമില്ല. നമുക്ക് സിസ്റ്റത്തിൽ വേണമെങ്കിൽ സിസ്റ്റത്തിൽ നിന്ന് ഓപ്പൺ ചെയ്യുക, മൊബൈലിൽ നിന്നും ഒക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും. മൊബൈലിൽ നിന്നാണെങ്കിൽ ടെലഗ്രാമിന്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. സിസ്റ്റത്തിനാണെങ്കിൽ web.telegram എന്ന്. അതില് പക്ഷെ ലിമിറ്റ് ഒന്നും ഇല്ലല്ലേ നമ്മൾ മെമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നത്? ഇല്ലല്ല, അങ്ങനെ കുറെ സൗകര്യങ്ങൾ അതിലുണ്ട്. ഇപ്പോൾ വെബ് ടെലഗ്രാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് സിസ്റ്റത്തിൽ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഈ ഡോക്യുമെന്റേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട 2 ആപ്ലിക്കേഷൻ. ഒന്ന് ഗൂഗിൾ ഡ്രൈവ്, മറ്റൊന്ന് ടെലഗ്രാം. ഇപ്പോൾ ഇഗ്നൈറ്റ് യുവർ പാഷൻ ടീം ഇന്ത്യൻ്റെ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന ഫയലുകളൊക്കെ ഇതിലേക്ക് ഒരു തവണ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ അത് ഏത് സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്
എടുക്കാം, ഉപയോഗിക്കാം, ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും ടൂളുകളാണ് ഇപ്പം ഇന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. 6 മണിയല്ലോ. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇനി എന്തെങ്കിലും സംശയം ഇപ്പൊ ചെയ്ത് നോക്കിയിട്ടല്ല സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ നിങ്ങൾ ചോദിച്ചാലും മതി. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ തന്നെയാണ്, അപ്പൊ അതിന്റെ ചില സൗകര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. അപ്പൊ അത്തരം ടൂളുകളും ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടി ആളുകളിലേക്ക് നമ്മുടെ മെസ്സേജുകൾ എത്തിക്കാൻ ഈ പറഞ്ഞ ടൂളുകൾ നിങ്ങൾക്ക് സഹായപ്രദമാകും എന്നാണ് തോന്നുന്നത്. ഓക്കെ, പറയൂ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാലേ നമ്മൾ ഈ പറയുന്നതിനോടനുബന്ധിച്ച് നമ്മളിത് ചെയ്തു നോക്കിയാലേ അതൊരു പ്രാക്ടിക്കലായിട്ട് നമ്മൾ പഠിച്ചു പോകും. ഇതിലെ കേട്ട് പിന്നെ ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ച് അതുണ്ടാവും. അപ്പൊ പറഞ്ഞ സംഗതികൾ എന്ത് ചെയ്യുക, കുറെ പറയുന്നതിന് പകരം കേട്ട സംഗതികൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ആ ഗ്രൂപ്പില് ഞാൻ ഉണ്ടോ ഇല്ലെങ്കിൽ പിന്നെ ആഡ് ചെയ്താൽ മതി. അപ്പൊ അതില് എന്ത് ചെയ്യാം, കുറച്ച് ദിവസം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ സംഗതികളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അത് നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം. ഇപ്പോൾ സ്വന്തമായിട്ട് അങ്ങനെ എന്തെങ്കിലും അക്കൗണ്ട് ഇല്ലാത്തവരുണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഗതിയിൽ ഇപ്പോൾ ഇവന്റ് പേജോ ഒക്കെ ഒന്ന് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നമുക്ക് ക്ലിയർ ചെയ്ത് തരാൻ പറ്റും. ഓക്കെ, അങ്ങനെ ചെയ്തു നോക്കുക. ഫ്ലെയർ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നതേ അതൊന്ന് കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയണം. ഓക്കെ ഓക്കെ, അടുത്ത ക്ലാസ്സിലാണ്. ഓക്കെ ഓക്കെ, അതായിക്കോട്ടെ. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം, ഫ്ലെയറുകൾ നിർമ്മിക്കാം എന്നുള്ളത് മനസ്സിലാക്കാം. സാധാരണ ഒരു മൊബൈലിൽ ഒരു സംഗതി ചെയ്തു കഴിഞ്ഞാൽ അത് മൊബൈലിൽ തട്ടിക്കുട്ടിയാണെന്ന് പെട്ടെന്ന് മനസ്സിലാവും കണ്ടാൽ തന്നെ, അല്ലേ? അത് മനസ്സിലാവാത്ത രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇപ്പൊ അവസാനിപ്പിക്കാം. വേറെ എന്തെങ്കിലും ചോദിക്കാനോ അന്വേഷിക്കാനോ? അങ്ങനെ കൂടുതൽ നന്നായിട്ട് ചെയ്യുന്നതിന് വേറെ കുറെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യണമല്ലോ പ്ലേ സ്റ്റോറിൽ കയറി. അപ്പൊ അതൊക്കെ മുൻകൂർ പറഞ്ഞു തരണം. ക്യാൻവ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അത് ഞാൻ അതിലേക്ക് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്ത് പറഞ്ഞു തരുന്നുണ്ട് നിർദ്ദേശങ്ങള്. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? അത്യാവശ്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പോലും അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയിലായിരുന്നു. ഇൻഷാല്ലാ നമുക്ക് നന്നായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. നമുക്ക് അടുത്തതായിട്ട് ഇനി സമാപനം, നന്ദി.